أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا فتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. قال رسول الله صلى الله عليه وسلم من أحدث في أمرنا هذا ما ليس فيه فهو رد. പരിശുദ്ധ ഇസ്ലാമിന്റെ പരിഭാവനമായ വളവും തിരിവുമില്ലാത്ത നേർക്കുനേരെയുള്ള നിയമങ്ങളും ശാസനകളും ഇസ്ലാമിലെ ആചാരങ്ങളും സമ്പ്രദായങ്ങളും ആദ്യമായി പരിശുദ്ധ ഖുർആനിൽ നിന്നും ശേഷം റസൂലുള്ളാഹിയുടെ സ്വഹീഹായ സ്ഥിരപ്പെട്ട സുന്നത്തിൽ നിന്നും തിരുചര്യയിൽ നിന്നും ശരിക്കും മനസ്സിലാക്കി കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അവ ശരിക്കും അനുഷ്ഠിച്ച് ശരിയായ മുത്തഖീങ്ങളായി ഭക്തന്മാരായി ജീവിച്ചു മരിക്കാൻ ആദ്യമായി എന്നോടും തുടർന്ന് പ്രിയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരോടും സഹോദരിമാരോടും ഉപദേശിച്ചുകൊള്ളുന്നു. ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതും വളരെ വിശാലമായതുമായ ഒരു വിഷയമാണ്. അതായത് ഇസ്ലാമിലെ ആചാരങ്ങളും അനാചാരങ്ങളും ഇത് വിശദീകരിക്കുക എന്നതാണ് ഈ മുസ്ലിം സമൂഹത്തില് സ്ത്രീ പുരുഷന്മാരുടെ ഇടയിൽ ഓരോ രംഗത്തും കടന്നുകൂടിയ അനാചാരങ്ങളും ഓരോ രംഗത്തും നമുക്ക് നഷ്ടപ്പെട്ട യഥാർത്ഥ ആചാരങ്ങളും വിശദീകരിക്കുകയാണെങ്കിൽ ഒരാഴ്ച ഒരു 2-3 മണിക്കൂർ വീതം സംസാരിച്ചാൽ തന്നെ ഒരിക്കലും മതിയാവുകയില്ല. അത്രത്തോളം അനാചാരങ്ങൾ ഇസ്ലാമിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ചില അടിസ്ഥാനപരമായ ചില തത്വങ്ങൾ, സിദ്ധാന്തങ്ങൾ ആദ്യം നിങ്ങളെ കേൾപ്പിച്ച് ഓരോരോ രംഗത്ത് കടന്നുകൂടിയ
അല്പാൽപം അനാചാരങ്ങൾ ഉദാഹരണത്തിന് വേണ്ടി മാത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ശേഷം നമസ്കാര ശേഷമുള്ള സംശയ നിവാരണത്തിന്റെ ക്ലാസ്സിൽ ഞാൻ പരാമർശിക്കാത്ത വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യും. ആചാരം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സുന്നത്ത് എന്നതാണ്. അതായത് ഇസ്ലാമിൽ നമ്മൾ മതം എന്ന നിലക്ക്, ദീന് എന്ന നിലക്ക് നമ്മൾ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ, അതാണ് ഞാൻ നിങ്ങളെ ബോധിക്കൽപ്പിച്ച സൂറത്ത് അഹ്സാബ് എന്ന ആ സൂറത്തിലെ ആയത്തിൽ അല്ലാഹു വിശദീകരിച്ചത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ ദൂതനിൽ, പ്രവാചകനിലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയും അതിൽ ഏറ്റവും നല്ല ആചാരവും സമ്പ്രദായമൊക്കെ ഉള്ളത് എന്ന് അല്ലാഹു ഉണർത്തുകയാണ്. സൂറത്തെ ഹശ്റിൽ അല്ലാഹു പറഞ്ഞു, ഫമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, പ്രവാചകൻ എന്താണ് നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നത് അതേത് പുണ്യകർമ്മമായി അല്ലെങ്കിൽ സമ്പ്രദായമായി ആചാരമായി നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് നമ്മെ ഉണർത്തുകയാണ്. അപ്പൊ 23 വർഷത്തിന്റെ ഉള്ളിലായി പ്രവാചകന്റെ വാക്കിലൂടെയും, ഖൗലി എന്ന് പറയും, അവിടുത്തെ വാക്കിലൂടെയും അവിടുത്തെ ഫിഅല് പ്രവർത്തിയിലൂടെയും തഖ്രീർ, അതായത് പ്രവാചകന്റെ കാലത്ത് തന്നെ, റസൂലിന്റെ കാലത്ത് തന്നെ സഹാബത്ത് ഒരു കാര്യം ചെയ്യുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ട് പ്രവാചകൻ അതിന് അംഗീകാരം നൽകുകയും ചെയ്യുക, മൗനാനുവാദമെങ്കിലും നൽകുക. ഇത്തരം സംഗതികൾക്കാണ് ഇസ്ലാമിലെ ഈ സുന്നത്ത് അല്ലെങ്കിൽ ആചാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവ എന്ത് സംഗതി നമ്മൾ ചെയ്യുകയാണെങ്കിലും ആണും പെണ്ണും അത് പ്രവാചകൻ നമുക്ക് അവിടുന്ന് മരിച്ചു പോണ മുമ്പായി തന്നെ നല്ലൊരു ഇസ്ലാം ദീന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഉൾപ്പെട്ടതാണോ എന്ന് നമ്മൾ ചോദിച്ച് അന്വേഷിക്കണം. നമ്മളത് ദീനായിട്ട് അല്ലെങ്കിൽ പുണ്യകർമ്മമായിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഒരു ആചാരമായി നമ്മൾ അംഗീകരിക്കാൻ പാടുള്ളൂ. ഈ തത്വം നമ്മൾ പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ ഗൗരവം കുറിക്കാൻ വേണ്ടി റസൂൽ പറഞ്ഞു, ലാ യുമിനു അഹദുക്കും ഹത്താ യകൂന അവാഹു തബഅൻ ലിമാ ജിഇതു ബിഹി, നിങ്ങൾ ആരും തന്നെ എത്ര നമസ്കരിച്ചിട്ടും ദാനധർമ്മം ചെയ്തിട്ടും പരിശുദ്ധ മക്കയിലൊക്കെ പോയി ത്യാഗം കഷ്ടപ്പാടൊക്കെ സഹിച്ച് ഹജ്ജ് കർമ്മവും ഉംറ കർമ്മവും നിർവഹിച്ചിട്ടൊന്നും ഫലമില്ല. നിങ്ങൾ യഥാർത്ഥ മുഅ്മിനാവണമെങ്കിൽ എന്ത് നിങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിലും ആചരിക്കുകയാണെങ്കിലും പ്രവാചകൻ അനുഷ്ഠിച്ചത്, പ്രവാചകൻ ആചാരമായി കാണിച്ചു തന്നത് മാത്രമേ ഞാൻ ആചാരമായും അനുഷ്ഠാന കർമ്മമായി ഞാൻ അംഗീകരിക്കുള്ളൂ എന്ന ആ വാശി, ആ ഒരു പിടിവാശി നിങ്ങൾക്കുണ്ടാവണം. അങ്ങനെ ഇല്ലാത്ത കാലത്ത് നമ്മൾ ഒരിക്കലും മുസ്ലിമാവുകയില്ല, മുഅ്മിനാവുകയില്ല എന്ന് പ്രവാചകൻ നമ്മെ ഉണർത്തുകയാണ്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ നമസ്കാരത്തിൽ കൈവയ്ക്കാണ്, അവർ ആണും പെണ്ണും അന്വേഷിക്കണം. പ്രവാചകൻ എവിടെയാണ് നമസ്കാരത്തിൽ കൈവെത്തിയത്? അത് നെഞ്ചുമയാണെങ്കിൽ ഞാൻ നെഞ്ചുമ തന്നെ കിട്ടുള്ളൂ.
നെഞ്ചിന്റെ താഴെയാണെങ്കിൽ നെഞ്ചിന്റെ താഴെയാണ് കെട്ടുക, അതിനെ പൊക്കുന്ന താഴെയാണെങ്കിൽ പൊക്കുന്ന താഴെയാണ് ഞാൻ കെട്ടുക. അതുപോലെ തന്നെ റമദാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തറാവി നമസ്കരിച്ചിട്ടുണ്ട്. അവർ തറാവി നിസ്കരിക്കണം, ആണും പെണ്ണും അന്വേഷിക്കണം. റസൂൽ എത്ര റക്അത്താണ് നമസ്കരിച്ചത്? അത് 11 11 ഞാൻ നിശ്ചയിച്ചുള്ളൂ. അതിലെ 23 23 ഞാൻ നിശ്ചയിച്ചുള്ളൂ. അതിലെ 36 36 ഞാൻ നിശ്ചയിച്ചുള്ളൂ. ഇങ്ങനൊരു വാശി നമുക്ക് ഈ രംഗത്തുണ്ടാവണം. അത് എന്ത് നമ്മൾ ദീനായി അല്ലെങ്കിൽ സ്വർഗം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു ചെയ്യുന്ന എന്ത് സംഗതിയും അത് പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട് ഇത്തിബാഅ് ചെയ്ത് പിൻപറ്റിക്കൊണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം നമ്മളാരും തന്നെ നിങ്ങളാരും തന്നെ മുസ്ലിം അല്ല എന്ന് പിൻപറ്റിക്കൊണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം പ്രവാചകൻ നമ്മെ ഉണർത്തുകയാണ്. അപ്പൊ ഇത് നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കുക. അത് അങ്ങനെയാവാം ഇങ്ങനെയാവാം എന്നൊരു ചിന്താഗതി നമ്മൾ ഒരു വെച്ച് പുലർത്തരുത്. കാരണം റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആനിൽ നമ്മെ ഉണർത്തിയത് നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തോളിന്നല്ലോ. ഫമാ ആതാകുമുർ റസൂലു ഫഖുദൂ എന്നാണ്. റസൂൽ എന്താണോ കൊണ്ടുവന്നത് അത് നിങ്ങൾ എടുക്കണമെന്നാണ്. അല്ലാതെ നമ്മുടെ പൂർവികന്മാര് പിതാവും പിതാവിന്റെ പിതാവും മാതാവും മാതാവിന്റെ മാതാവും ഒക്കെ ചെയ്ത സമ്പ്രദായങ്ങൾ അത് നിങ്ങൾ എടുത്തോളൂ എന്നല്ലല്ലോ ഖുർആനിലൂടെ അല്ലാഹു ഉണർത്തിയത്. അല്ലെ ഭൂരിപക്ഷം മുസ്ലിങ്ങൾ അംഗീകരിച്ച സംഗതി അത് എന്താണെങ്കിലും അത് നിങ്ങൾ എടുത്തുകൊള്ളുക എന്നും പരിശുദ്ധ ഖുർആനിൽ നമ്മെ ഒരിക്കലും ഉണർത്തുന്നില്ല. നേരെ മറിച്ച് അള്ളാന്റെ ദൂതൻ എന്ത് കൊണ്ടുവന്ന് അത് നമ്മൾ അനുഷ്ഠിക്കാം. അങ്ങനെ അനുഷ്ഠിക്കുമ്പോൾ ഒരു മഹലിൽ 1 2 ആളാണെന്ന് വിചാരിക്കും നമ്മൾ. നിങ്ങൾ വിചാരിക്കും 2 ആൾ അല്ലെങ്കിൽ ഒരാളുള്ളൂ അല്ലെങ്കിൽ നമ്മൾ മാത്രമാണ് എങ്കിൽ വരെ ഇബ്നു മസ്ഊദ് പോലുള്ള പ്രഗൽഭ സഹാബിമാർ പറഞ്ഞത് ആ ഒരൊറ്റ വ്യക്തി തന്നെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അവൻ തന്നെയാണ്. മുസ്ലിം ഉമ്മത്ത് സമുദായം അവൻ തന്നെയാണ് എന്ന് നബിന്റെ പ്രഗൽഭ സഹാബിയായ ഇബ്നു മസ്ഊദ് പറയാണ്. അപ്പൊ ഞാൻ മുസ്ലിം സമൂഹത്തിന് എതിരായോ അല്ലെ ജമാഅത്തിന് ഞാൻ പുറത്തുപോയാൽ നിങ്ങൾ ഭയപ്പെടണ്ട. ഒരു മഹലിൽ നിങ്ങൾ ഖുർആനും സുന്നത്തും മാത്രം അനുസരിച്ച് ജീവിക്കാണ്. മുസ്ലിം ഉമ്മത്ത് മുഴുവനും അതിനെതിരാണ് എങ്കിൽ വരെ നിങ്ങൾ ഉമ്മത്തിന് പുറത്തുപോയവനോ ജമാഅത്തിന് പുറത്തുപോയവനോ എല്ലാം ആ ഒരൊറ്റ വ്യക്തി തന്നെയാണ് ഉമ്മത്തും ജമാഅത്തുമെന്ന്. അതുകൊണ്ടാണ് പഠിച്ചവൻ ഖുർആനിൽ തന്നെ ഇബ്രാഹിം നബി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത് കാന ഉമ്മത്തൻ വാഹിദ എന്ന് പറഞ്ഞത്. ഇബ്രാഹിം നബി ഇസ്ലാം ഒരൊറ്റ ഉമ്മത്തായിരുന്നു, സമുദായമായിരുന്നു എന്ന്. അപ്പൊ സത്യം നമ്മൾ മുറുകെ പിടിച്ച് ജീവിക്കുമ്പം നമ്മൾ ഈ പ്രദേശത്ത് ഒരു വ്യക്തിയാണെങ്കിലും ആ ഒരൊറ്റ വ്യക്തി തന്നെയാണ് സമൂഹം, സമുദായം. ആ ഒരൊറ്റ വ്യക്തി തന്നെയാണ് ജമാഅത്ത് സംഘടനയും. അപ്പൊ സംഘടനയിൽ നിന്ന് ഞാൻ പുറത്തുപോയോ, മുസ്ലിം സൊസൈറ്റിയിൽ നിന്ന് പുറത്തുപോയോ, ഉമ്മത്തിന് ഞാൻ പുറത്തുപോയോ എന്നൊന്നും ഭയപ്പെടേണ്ടതില്ല എന്ന് പ്രവാചകനും അതുപോലെ പരിശുദ്ധ ഖുർആനും റസൂലിന്റെ പ്രഗൽഭ സഹാബി വര്യന്മാരും നമ്മെ വ്യക്തമായി ഉണർത്തുകയാണ്. അപ്പൊ ആ ഭയം നമ്മളെ പിടികൂടരുത് എന്ന് ഉണർത്തുകയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്
എന്താണ് ഈ അനാചാരങ്ങൾ? അനാചാരം എന്നതിന് നമ്മുടെ അറബി നമ്മൾ പറയാം ബിദ്അത്ത് എന്നാണ്. ബിദ്അത്ത് എന്നാൽ അതിന് ഭാഷാപരമായ അർത്ഥം പുതിയത് എന്നാണ്, നൂതനം എന്നാണ്. പക്ഷേ ശറഈന് മതപരമായ അർത്ഥം എന്താണെന്നാണ് പരിശോധിക്കേണ്ടത്. ഏത് പദത്തിനും ഭാഷാപരമായ അർത്ഥം ഉണ്ടാവും, മതത്തിന് ശറഈയായ ഒരു അർത്ഥം ഉണ്ടാവും. ഇപ്പൊ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ വളർച്ചാന്നേ ഉള്ളൂ അർത്ഥം. പക്ഷേ മതത്തില് അതല്ലല്ലോ. ഇസ്ലാം കാര്യം നമ്മൾ പറയുമ്പോൾ, സക്കാത്ത് നമ്മൾ പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന സാമ്പത്തികമായി ഇത്ര സ്വത്തുണ്ടായാൽ ഇത്ര വിഹിതം മറ്റുള്ളവന് നിർബന്ധമായി നൽകുക. ആ ദാനധർമ്മത്തിനാണ് മതത്തിന് ശറഈൽ സക്കാത്ത് എന്ന് പറയുന്നത്. അതുപോലെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉദ്ദേശിച്ചു പോകുക എന്നാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് കണ്ണൂരിലേക്ക് ഉദ്ദേശിച്ചു പോകുകയാണെങ്കിലും അതിനെ ഹജ്ജ് എന്ന് പറയാം. അതെ, വേറെ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് നമ്മൾ ലക്ഷ്യം വെച്ച് പോകുകയാണെങ്കിലും ഭാഷയിൽ അതിനെ ഹജ്ജ് എന്ന് പറയും. പക്ഷെ മതത്തിന് ശറഈൽ അതല്ല. കഴിവുള്ള ആണും കൊണ്ടും ഹജ്ജ് ചെയ്യണമെന്ന് പറയുമ്പോൾ പരിശുദ്ധ മക്കയിൽ ചെന്ന് ചില പ്രത്യേകം ചില കർമ്മങ്ങൾ ആരാധനയായി ചെയ്യുക എന്നതാണ് മതത്തിന് അതിന്റെ ഉദ്ദേശം. അതുപോലെ ഓരോ പദത്തിനും ഭാഷയിൽ ഒരു അർത്ഥം ഉണ്ടാവും, ദീനിന് ഒരു അർത്ഥം ഉണ്ടാവും. ഇതുപോലെ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അതിന്റെ അർത്ഥം നൂതനം, പുതിയത്, ആവിഷ്കരണം എന്നെല്ലാമാണ്. പഴയ മതത്തിൽ എന്താണ് സുഹൃത്തുക്കളെ? അതാണ് കാര്യമായി നമ്മൾ ചിന്തിച്ച് പഠിക്കേണ്ടത്. അത് എന്താണെന്ന് വിശദീകരിക്കാൻ മുമ്പ് ചില പ്രധാനമായ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾ, മൗലികമായ തത്വങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഒന്നാമത്തത്, ഒരു കാര്യം പുണ്യകർമ്മമാകുക ഇസ്ലാമില്, അല്ലെങ്കിൽ നല്ലൊരു സംഗതിയാകുക, അത് ഖുർആനും പ്രവാചകനും പറഞ്ഞിട്ടുണ്ടെങ്കിലാണ്. ഒരു ഖുർആൻ ഓത്ത് തന്നെയാണ്, അല്ലെങ്കിൽ കൂട്ടുപ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ സ്വലാത്ത് പ്രവാചകന്റെ പേരിൽ ചൊല്ലലാണ്. ഇതൊക്കെ നല്ലത് ആവണമെങ്കിൽ, പുണ്യകർമ്മമാവണമെങ്കിൽ പ്രവാചകന്റെ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയിലും അത് സ്ഥിരപ്പെട്ട് വന്നിരിക്കണം. ആ പ്രത്യേക സന്ദർഭത്തിന്, സമയത്ത്, ആ പ്രത്യേക രൂപത്തിലും ഭാവത്തിലൊക്കെ അത് പ്രവാചകൻ അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെടണം. അതിനാണ് പുണ്യകർമ്മം എന്ന് പറയുന്നത്. ഇനി അതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാം വിശ്വസിക്കുന്നത് ഇസ്ലാം പടച്ചോന്റെ മതമാണ് എന്നാണ്. അപ്പൊ പടച്ചോന്റെ മതമായി നിലനിൽക്കണമെങ്കിൽ പടച്ചോൻ പറയാത്ത എന്തെങ്കിലും നമുക്കിതിന് കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? കൂട്ടിച്ചേർക്കാൻ പറ്റൂല. ഉള്ളത് നമുക്ക് കുറക്കാനും പറ്റൂല. അപ്പം ഇസ്ലാം അള്ളാന്റെ മതമായതുകൊണ്ട് പ്രവാചകന് വരെ, റസൂലുള്ളാഹിക്ക് വരെ പടച്ചോന്റെ നിർദ്ദേശാല് വഹിയില്ലാതെ ഒരു നിസ്കാരം, ഒരു നോമ്പോ, അതെന്തെങ്കിലും ഒരു സമ്പ്രദായമോ ഇസ്ലാമിന്റെ സമ്പ്രദായമായി അല്ലെ ഇസ്ലാമിന്റെ പുണ്യകർമ്മമായി ഉണ്ടാക്കാൻ അവകാശമില്ല. ഇതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. അള്ളാഹിന്റെ ദൂതന് വരെ ഒരു 2 റക്അത്ത് നിസ്കാരം, അല്ലെങ്കിൽ ചെറിയൊരു കൂട്ടുപ്രാർത്ഥന, ഇതൊക്കെ പ്രവാചകന് വരെ പടച്ചോനെ വഹിയില്ലാതെ ഒരിക്കലും നിർമ്മിക്കാൻ അവകാശമില്ല. അത് പരിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലത്ത് വ്യക്തമായി നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ഏതാനും ചില ഉദാഹരണം മാത്രം നിങ്ങളെ മുന്നിൽ വെക്കാം. അല്ലാഹു പറഞ്ഞു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. പ്രവാചകനെ ഒന്നും തന്നെ തന്റെ ഇച്ഛക്കനുസരിച്ച് വമാ യൻതിഖു, പ്രവാചകൻ സംസാരിക്കുകയില്ല. വമാ യൻതിഖു അനിൽ ഹവാ, തന്റെ താല്പര്യം ഇച്ഛക്കനുസരിച്ച് റസൂൽ ഒന്നും തന്നെ സംസാരിക്കൂല, പറയൂല.
ഇൻഹുവ ഇല്ലാ വഹീൻ യൂഹ, പടച്ചോന്റെ വഹിയല്ലാതെ ദിവ്യ സന്ദേശമല്ലാതെ എന്ന് പറഞ്ഞു. ഇവിടെ പള്ളിയിലൊക്കെ വളരെ ആദരിക്കുന്ന ഒരു തഫ്സീറാണ് തഫ്സീർ ജലാലൈനി. ആ ജലാലി വരെ പറയുന്നത് ഇവിടെ ഖുർആന് മാത്രമല്ല ഉദ്ദേശിക്കുക, ഖുർആന് പുറമെ എന്ത് പുണ്യകർമ്മം നബി പഠിപ്പിച്ചെന്നിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു ആചാരവഴി പഠിപ്പിച്ചെന്നിട്ടുണ്ടോ എങ്കിൽ അതും ഇവിടെ ഉദ്ദേശിക്കുമെന്ന് ജലാലൈനി വരെ അർത്ഥം കൊടുക്കുന്നത് കാണാം. ഖുർആനും എന്നാണ്. ഖുർആനും ഈ ആയത്തിന്റെ പരിധിയിൽപ്പെടും. ദീനി എന്ന നിലയ്ക്ക് ഇസ്ലാം വാലിനോട് സംസാരിക്കാറുണ്ട്, പല നേതാക്കന്മാരോടൊക്കെ സംസാരിക്കാറുണ്ട്, കുട്ടികളോടൊക്കെ സംസാരിക്കാറുണ്ട്. അതെല്ലാം വഹിയാണ് എന്നല്ല. പ്രവാചകന്റെ നാളിൽ എന്ത് സംഭവിച്ചു പറഞ്ഞാലും അതൊക്കെ വഹിയാണ് എന്നല്ല ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ പല വിഷയങ്ങൾ പ്രവാചകൻ സഹാബത്തിനോട് കൽപ്പിക്കുമ്പോൾ സഹാബത്ത് ചോദിക്കും, നബിയെ ഇത് വഹിയാണല്ല നിങ്ങളെ സ്വന്തം അഭിപ്രായമാണെന്ന് ചോദിക്കാറുണ്ട്. സംഗതി നബി പറയുകയാണെങ്കിൽ ഇത് നിങ്ങളെ വഹിയാണോ അതല്ല സ്വന്തം ഇച്ഛക്കനുസരിച്ച് പറയാമെന്ന് ചോദിക്കാറില്ല. കാരണം അവർക്കറിയാം ദീനി എന്ന നിലയ്ക്ക് നബി ഒരു കാര്യം പറയുമ്പോൾ അല്ലെ സ്വർഗത്തിലേക്ക് നമ്മളെ അടുപ്പിക്കാനുള്ളൊരു സംഗതി ഒരു പുണ്യകർമ്മം എന്ന നിലയ്ക്ക് പറയുമ്പോൾ പ്രവാചകൻ ഇച്ഛക്കനുസരിച്ച് പറയില്ല എന്നുള്ളത്. അപ്പൊ നബി എന്ത് സംസാരിച്ചാലും അതൊക്കെ വഹിയാണ് എന്നൊരിക്കലും സഹാബത്ത് മനസ്സിലാക്കിയിട്ടില്ല. അതേ അവസരത്തിൽ ദീനിന്റെ കാര്യം എന്ന പ്രവാചകൻ ഇച്ഛക്കനുസരിച്ച് പറയില്ല എന്നുള്ളത്. അപ്പൊ നബി എന്ത് സംസാരിച്ചാലും അതൊക്കെ വഹിയാണ് എന്നൊരിക്കലും സഹാബത്ത് മനസ്സിലാക്കിയിട്ടില്ല. അതേ അവസരത്തിൽ ദീനിന്റെ കാര്യം എന്ന നിലക്ക് നബി എന്ത് സംസാരിച്ചാലും അത് ഖുർആനിന്റെ ആയത്തല്ലെങ്കിലും സഹാബത്ത് അത് പടച്ചവന്റെ വഹിയായിട്ട് തന്നെ ഇസ്ലാമിന്റെ നിർദ്ദേശമായിട്ട് അത് കാണുകയാണ്. ഇനി നമുക്കൊക്കെ അറിയുന്നൊരു സംഗതിയാണ്. ഇപ്പൊ നമ്മള് ആദ്യം തിരിഞ്ഞ് നിസ്കരിച്ചത് പലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിനെ നേരെ തിരിഞ്ഞിട്ടാണ്. മദീനയിൽ ഹിജ്റ വന്ന് നബിയും സഹാബത്തും ഹിജ്റ വന്ന ശേഷവും ഒരു 1.5 കൊല്ലം 2 കൊല്ലത്തോളം കഅബയിലേക്ക് തിരിഞ്ഞിട്ടല്ല നിസ്കരിക്കുന്നത്, ബൈത്തുൽ മുഖദ്ദസിനെ നേരെ തിരിഞ്ഞിട്ടാണ്. ഇത് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എത്രയോ മനുഷ്യന്മാർ ഇസ്ലാമിലേക്ക് വരാതെ മരിച്ചുപോയി. അതിനുള്ള കാരണം എന്താ? നബിയും മുസ്ലിങ്ങളും ബൈത്തുൽ മുഖദ്ദസിനെ നേരെ തിരിഞ്ഞ് നിസ്കരിച്ചതാണ്. അതായത് അന്ത്യപ്രവാചകന്റെ ഖിബില അത് പലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് ആവുകയില്ല. നേരെ മറിച്ച് അബ്രഹാം നിർമ്മിച്ച കഅബയായിരിക്കുമെന്ന് ക്രിസ്ത്യാനികളും ജൂതന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും മക്കയിലെ മുശ്രിക്കന്മാരും മദീനയിലെ മുശ്രിക്കന്മാരൊക്കെ മനസ്സിലാക്കിയിരുന്നു. അന്ത്യപ്രവാചകന്റെ ഖിബില ഒരിക്കലും ബൈത്തുൽ മുഖദ്ദസ് ആവുകയില്ല എന്ന്. നബി എവിടുക്കാണ് തിരിഞ്ഞ് നിസ്കരിക്കുകയും ചെയ്യുന്നത്? ബൈത്തുൽ മുഖദ്ദസിന് നേരെയാണ്. അപ്പൊ ഇത് പ്രശ്നം ഉണ്ടാക്കി. പല മനുഷ്യന്മാര് നബിനോട് പറയും, മുഹമ്മദെ നീ എങ്ങനെ അന്ത്യപ്രവാചകനാകുക? അന്ത്യപ്രവാചകനാണെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കിയത് ആ പ്രവാചകൻ കഅബന്റെ നേരെ തിരിഞ്ഞ് നിസ്കരിക്കുന്നതാണ്. താങ്കൾ ബൈത്തുൽ മുഖദ്ദസിനെ നേരെ തിരിഞ്ഞല്ല നിസ്കരിക്കുന്നത് എന്ന് ചോദിക്കും. നബിക്ക് അതിനൊന്നും മറുപടി പറയാൻ പറ്റൂല. അതുകൊണ്ട് പ്രവാചകൻ എന്ത് ചെയ്യും? ആകാശത്തേക്ക് പ്രതീക്ഷയോടുകൂടി പടച്ചോനെ എന്റെ മതത്തിലേക്ക് മനുഷ്യന്മാര് കടന്നു വരുന്നതിന് ഇത് വലിയൊരു പ്രശ്നമാണുണ്ട്. നിനക്കെന്നെ അറിയാൻ എത്രയോ മനുഷ്യന്മാര് മുസ്ലിം വരെ ആവാതെ ഈ പ്രശ്നം കാരണം മരിച്ചുപോയി. അതുകൊണ്ട് എന്റെ ഖിബില കഅബയാക്കി കിട്ടണമെന്ന് ആഗ്രഹിച്ചും കൊണ്ട് ആകാശത്തേക്ക് ഇങ്ങനെ ദിവസങ്ങൾ മാസങ്ങളോളം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവസാനമാണ് പടച്ചോന്റെ വഹി ഇറങ്ങുന്നത്. സൂറത്ത് ബഖറയിൽ
ഖദനറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, പ്രവാചകരെ എന്റെ നിർദ്ദേശം കിട്ടാൻ വേണ്ടി താങ്കൾ വളരെ പ്രതീക്ഷയോടുകൂടി ആകാശത്തേക്ക് നോക്കണേ കാണുന്നുണ്ട്. ഇനി അത് നിർത്തിക്കോളൂ. ഇതാ ഇന്ന് മുതൽ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഹൈസുമാ കുന്തും ഫവല്ലു വുജൂഹക്കും ശത്റഹു. നീയും നിന്റെ അനുയായികളൊക്കെ ഇനി മുതൽ കഅബയുടെ നേരെ തിരിഞ്ഞ് നിസ്കരിച്ചാൽ മതി എന്നുള്ള വഹി ഇറങ്ങി. അതങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് നബി എന്ത് ചെയ്തത്? ഒരു ചെറിയൊരു പരിഷ്കരണം വരെ നടത്തുന്നത്. കഅബയുടെ നേരെ തിരിയാൻ പറയാണ്. അവ നിങ്ങൾ നോക്കൂ, ഈ ദീനുൽ ഇസ്ലാമിൽ വലിയ ഗുണം ലഭിക്കും, ധാരാളം നേട്ടം ലഭിക്കുമെങ്കിൽ വരെ ഒരു ചെറിയൊരു പരിഷ്കരണ ഒരു പരിപാടി നമുക്കുണ്ടാക്കാൻ അവകാശമുണ്ടോ? ഉണ്ടെങ്കിൽ അള്ളാന്റെ ദൂതനല്ലേ അത് അവകാശം ഉണ്ടാവേണ്ടിയത്? ഇപ്പൊ ചില സ്നേഹിതന്മാരൊക്കെ പറയും ഈ നബിദിനം മൗലൂദ് കഴിക്കാൻ ഇപ്പൊ തെളിവൊന്നുമില്ല. പക്ഷെങ്കിലും ഇന്നത്തെ യുഗത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട മതമല്ല ഇസ്ലാം മതം. മുഹമ്മദ് നബി നബിദിനത്തോടനുബന്ധിച്ച് ഒരു പരിപാടി യോഗങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് നല്ലതല്ലേ? ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ അത് ഉപകരിക്കൂല എന്നാണ് ചോദിക്കാറുള്ളത്. നിങ്ങൾക്കറിയോ, ഇവിടെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കല് മാത്രമല്ല സ്നേഹിതന്മാര്, എത്രയോ മനുഷ്യന്മാർ ഇസ്ലാമിലേക്ക് ഒഴുകുമായിരുന്നു. തുടക്കം തന്നെ നബി കഅബയുടെ നേരെ തിരിഞ്ഞ് നിസ്കരിക്കണമെങ്കിൽ നബിക്ക് അറിയും ചെയ്യാം അവസാനം എന്റെ കിബില തന്നെ ആയിക്കിട്ടും കഅബ ആയിക്കിട്ടുമെന്ന്. അത് വലിയൊരു ഹറാമൊന്നുമല്ല. കഅബയുടെ നേരെ തിരിഞ്ഞ് നിസ്കരിക്കൽ വലിയൊരു ഹറാമൊന്നുമല്ല. അവസാനം എന്റെ കിബില അതെന്നെ ആവുമെന്ന് വരെ നബിക്ക് അറിയാമല്ലോ. എന്നിട്ട് വരെ എത്രയോ മനുഷ്യന്മാർ ഇസ്ലാമിലേക്ക് വരാൻ ഉതകുന്നതായ ഒരു സംഗതി വരെ ആയിട്ടും പ്രവാചകൻ വരെ പടച്ചവന്റെ വഴിയില്ലാതെ ഒരു പരിഷ്കരണ പരിപാടി ഒരു സ്വയം എന്ന നിലയ്ക്ക് ഇസ്ലാമിന് ചെയ്തോ? ഒരിക്കലുമില്ല. അപ്പൊ ഇത് നിങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടാവണം. ആരെങ്കിലും പറയും ഇതിന് തെളിവുണ്ടോ ചോദിച്ചാൽ പറയും തെളിവൊന്നുമില്ല, എന്നാലും നല്ലതല്ലേ? എന്താ പതിന് നല്ല സംഗതിയല്ലേ? പത് ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ അത് ഉതകൂലേ? അതെ, സാധുക്കൾക്ക് ഇപ്പൊ ഭക്ഷണം കൊടുത്തൂടെ? ഉമ്മ മരിച്ച് ഉപ്പ മരിച്ച് എന്താ ഇപ്പൊ 3ന്റെ അന്ന് 40ന്റെ അന്ന് ഒരാണ്ട് കഴിച്ചാല് ധാരാളം സാധുക്കളെ തിന്ന് വിശപ്പടക്കി പോകല്ലേ? അന്നദാനം വലിയ പുണ്യകരമായതല്ലേ? അപ്പൊ എന്തിനാപ്പ നമ്മളതിനെ എതിർക്കുന്നത്? അല്ലെ, നിസ്കാര ശേഷം കൂട്ടുപാർത്തന നടത്തുകയാണെങ്കിൽ അതിനും കൂടി ജനങ്ങൾ പങ്കെടുക്കൂലേ? അതില്ലെങ്കിൽ ചിലപ്പോൾ സലാം വിട്ട് ഉടനെ ഓടിയെന്ന് വരും. അപ്പൊ നിസ്കാര ശേഷം കൂട്ടുപാർത്തന സംഘടിപ്പിച്ചാൽ കുറച്ച് സമയമെങ്കിലും അവരെ പിടിച്ചു നിർത്താം. അതില്ലെങ്കിൽ വേഗം സലാം വിട്ടാൽ ഓടിക്കഴിച്ചില്ലെന്ന് വരും. അവ എന്താപ്പ അങ്ങനെ ഒരു പരിപാടി തുടങ്ങിയാൽ എന്നൊക്കെ പറയുന്ന അവസരത്തിൽ അല്ലെ മരിച്ചിങ്ങനെ കിടക്കുകയല്ലേ? പാപ്പാനഞ്ഞ് മറ്റന്നാളാണ് 2 ദിവസം കഴിഞ്ഞിട്ടാ കബറടക്കുന്നത്. ആ വെറുതെ അങ്ങനെ കിടക്കേണ്ട ആവശ്യം എന്താ? മയ്യത്ത് എന്താ മയ്യത്തിന്റെ അടുത്ത് വെച്ച് കുറച്ച് ഖുർആൻ ഓതി വിചാരിച്ച് ഇങ്ങനെയൊക്കെ ചില ആളുകൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ വസ്വാസം ഉണ്ടാവും. എന്താ ശരിയല്ലല്ലേ? ഇപ്പൊ അത് ഖുർആനല്ലേ ഓതുന്നത്? കൂട്ടുപാർത്തനല്ലേ നടത്തുന്നത്? സാധുക്കൾക്ക് തിന്നാൻ കൊടുക്കല്ലേ ചെയ്യുന്നത്? എന്ന് പിശാച് ഇങ്ങനെ വസ്വാസം ഉണ്ടാക്കുമ്പം ഈ കിബില മാറ്റങ്ങളെ മനസ്സിലിങ്ങനെ വരിക. പ്രവാചകന് വരെ എത്ര വലിയ നല്ല സംഗതിയാണെങ്കിലും കഅബയുടെ നേരെ തിരിഞ്ഞ് നിസ്കരിക്കൽ പുണ്യകർമാണല്ലോ, ആർക്കും വിരോധമല്ലല്ലോ. അത് പുണ്യകർമ്മ ആർക്കും എതിർപ്പില്ല. എന്നിട്ട് വരെ നബി ആ പുണ്യകർമ്മ ചെയ്തില്ല. ഒരു ചെറിയൊരു പരിഷ്കരണ പണി വരെ ചെയ്തില്ല. ഇങ്ങോട്ട് തിരിയുന്ന അങ്ങോട്ട് തിരിഞ്ഞാൽ മതി, അത്രേ വ്യത്യാസമുള്ളൂ. എന്നിട്ട് വരെ നബി ആ പുണ്യകർമ്മ ചെയ്തില്ല. ഒരു ചെറിയൊരു പരിഷ്കരണ പണി വരെ ചെയ്തില്ല. ഇങ്ങോട്ട് തിരിയുന്ന അങ്ങോട്ട് തിരിഞ്ഞാൽ മതി, അത്രേ വ്യത്യാസമുള്ളൂ. അത് നിങ്ങളെ മനസ്സിന് എപ്പോഴും ഇങ്ങനെ വരിക എന്നർത്ഥം കിബിലന്റെ മാറ്റം. അതിനാണ് ഖുർആൻ അത്ര ഗൗരവമായി അത് പറഞ്ഞത്.
എത്ര ആവർത്തിച്ച ആ വിഷയമാണ് കതിനറ തക്കല്ലുപ വചിക്കാൻ ആ കിബില മാറ്റം. അപ്പൊ എന്തിനാ കിബില മാറ്റം ഖുർആൻ ഇത്ര ഗൗരവമായിട്ട് എടുത്തു പറഞ്ഞത്? ചിലപ്പോ നമുക്കിനെ തോന്നുന്നത് കുറച്ച് അധികമല്ല ഈ പറച്ചിലെന്നുള്ളത് കിബില മാറ്റം. കാരണം ചിലപ്പോ പറഞ്ഞു തന്നെ അടുത്ത ആഴ്ചയും ആവർത്തിച്ച് പറയാതെ തോന്നിപ്പോയിന്ന് വരും. അപ്പൊ ഇത് നമ്മളെ ശരിക്കും ഉണർത്താനാണ് ഈ കിബിലന്റെ മാറ്റം ആ വിഷയം ഖുർആൻ എത്ര ഗൗരവമായിട്ട് പറഞ്ഞത് വിശദീകരിച്ചത്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക. ഇനി ഇതിനോടനുബന്ധിച്ച് ഒരു സംഭവം അത് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതാണ്. അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഖലീഫ ഉമർ അദ്ദേഹത്തിന് ആ സ്ഥാനം പദവി എന്നിപ്പോ ഞാൻ വിശദീകരിക്കണ്ടല്ലോ. അദ്ദേഹത്തിന്റെ സ്ഥാന പദവി അദ്ദേഹം എപ്പോഴും നബിയോട് 3 കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടും. ഒന്നാമത്തത് കിബില മാറ്റം തന്നെ. കാരണം ഉമറിന്റെ ശ്രദ്ധയിലും പെട്ട് മുസ്ലിങ്ങളെ ബൈത്തുൽ മുഖദ്ദസിനെ നേരെ തിരിഞ്ഞ് നിസ്കരിക്കുന്നത് കൊണ്ട് കുറെ മനുഷ്യന്മാർ ഇസ്ലാമിലേക്ക് വരാൻ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ട് നബിനോട് എപ്പോഴും പറയും, നബിയെ നമുക്ക് ഈ കഅബയുടെ നേരെ തിരിഞ്ഞ് നിസ്കരിച്ചൂടെ എന്ന് നബിനോട് ഇങ്ങനെ ഉപദേശിക്കും. രണ്ടാമത് നബിന്റെ ഭാര്യമാര് ഒരു നിയന്ത്രണവുമില്ലാതെ രാത്രി സമയത്തും എല്ലാ സമയത്തും ഇങ്ങനെ ഇറങ്ങി നടക്കും. അപ്പൊ ഉമറിനെ വല്ലാതെ വേദനിപ്പിച്ച് നബിന്റെ ഭാര്യമാർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് നബിക്ക് മാത്രമല്ല ഇസ്ലാം ദീനിന് മുസ്ലിങ്ങൾക്ക് മുഴുവൻ ബാധകമാണ്. ഒരു പെണ്ണിന് മാത്രമല്ല അത് ബാധകമാകുക. അപ്പൊ എപ്പോഴും നബിനോട് പറയും, നബിയെ നിങ്ങളെ ഭാര്യമാരിങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നതിന് ഒരു ഹിജാബ് ഒരു നിയന്ത്രണം നിങ്ങൾക്ക് വെച്ചുകൂടാന്ന് ചോദിക്കും. പിന്നീട് പറയാറുള്ളത് ഈ ഹജ്ജ് ഉംറയൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യകാലത്ത് മഖാം ഇബ്രാഹിമിന്റെ അടുത്ത് വെച്ച് നിസ്കാരമൊന്നുമില്ല. അപ്പൊ ഉമർ എപ്പോഴും പറയുകയാണെങ്കിൽ മഖാം ഇബ്രാഹിമിന്റെ അടുത്ത് വെച്ച് നമുക്ക് കഅബ 7 പ്രാവശ്യം തവാഫ് ചെയ്താൽ ഒരു 2 റക്അത്ത് നിസ്കാരം നബി നിസ്കരിച്ചുകൂടെ? ഈ 3 കാര്യങ്ങളും ചോദിക്കുന്ന അവസരത്തിൽ നബിന്റെ മറുപടി എന്താണെന്നറിയോ? ഉമറെ, എനിക്ക് പടച്ചോന്റെ നിർദ്ദേശം അറിഞ്ഞിട്ടില്ല, വഴി കിട്ടിയിട്ടില്ല. നീ പറയുന്ന സംഗതി ഒന്നാമത്തത് നല്ല കാര്യം തന്നെയാണ്, കഅബ മാറ്റം. ധാരാളം മനുഷ്യന്മാർ ഇസ്ലാമിലേക്ക് വരും. പക്ഷേ അതിന് പടച്ചോൻ എന്നോട് കൽപ്പിക്കണ്ടേ ഈ അവന്റെ ദീനിൽ എന്തെങ്കിലും ഒരു പരിഷ്കരണ പരിപാടി ഉണ്ടാക്കാൻ? രണ്ടാമത്തെ എന്റെ ഭാര്യമാർക്ക് കുറച്ചൊരു നിയന്ത്രണം. നീ പറഞ്ഞത് വലിയ സംഗതി തന്നെയാണ്. എന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് മുസ്ലിം സമൂഹത്തിന് മുസ്ലിം സമുദായത്തിന് മുഴുവൻ അത് ബാധിക്കും. ശരി, പഴയ പടച്ചോനോട് കൽപ്പിക്കണ്ടേ? എന്റെ ഭാര്യന്റെ ഒരു പ്രശ്നമാണ് എങ്കിൽ വരെ എന്റെ ഭാര്യന്റെ മേലിൽ ഒരു ഇസ്ലാമികമായ സമ്പ്രദായം അടിച്ചേൽപ്പിക്കാൻ എനിക്ക് അവകാശമല്ല. ഞാൻ കെട്ടിക്കൊണ്ടുവന്നതാണെങ്കിൽ തന്നെ അതുകൊണ്ട് എനിക്ക് വഴി ഇറങ്ങിയിട്ടില്ല. മൂന്നാമത് മഖാം ഇബ്രാഹിം നല്ല സ്ഥലമാണ്, നിസ്കരിക്കാനാണ് നീ ആവശ്യപ്പെടുന്നത്. ഇബാദത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരം. ആ 2 നിസ്കാരം ഉണ്ടാക്കാനാണ് ആവശ്യപ്പെടുന്നത്. പഴയ പടച്ചോന്റെ വഴി എനിക്ക് കിട്ടേണ്ടതെന്നാണ്. അവസാനം സുഹൃത്തുക്കളെ, ഈ 3 വിഷയത്തിലും പടച്ചോന്റെ നിർദ്ദേശം വഴി ഇറങ്ങിയ അവസരത്തിലാണ് നബി നടപ്പാക്കിയത്. ഹിജാബിന്റെ വിഷയത്തിൽ ആയത്തിറങ്ങി നബി നടപ്പാക്കി. ബൈത്തുൽ മുഖദ്ദസിനെ നേരെ തിരിയാൻ പറഞ്ഞ് നടപ്പാക്കി. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല എന്ന് പറഞ്ഞ് മഖാം ഇബ്രാഹിമിന്റെ അടുത്ത് വെച്ച് നിങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച മനസ്സിൽ സംഭവം ഓർത്തെത്തുക. എന്ത് സംഗതി നമ്മൾ ചെയ്യുകയാണെങ്കിലും ആര് നമ്മെ സമീപിക്കാണ്, എന്താണ് ചെയ്താലേ അത് ഈ പൈലിത്ര വാശിയും മുറൊക്കെ പിടിക്കണം. എന്താ മയ്യത്തുണ്ടോ നമ്മൾ നിൽക്കാണ് ചെല്ലുകയാണെങ്കിൽ ചെല്ലുന്നോട് ചൊല്ലിക്കോട്ടെ. നിങ്ങളിപ്പോൾ വേണ്ടെന്നൊക്കെ പറയാൻ നിൽക്കണോ? അല്ലെ മരിച്ചോടത്ത് ഖുർആനെടുത്ത് ഓതുന്നോല് ഓതിക്കോട്ടെ. നിങ്ങളത് മുടക്കാൻ പോണോ? നല്ല കാര്യമല്ലേ? അല്ലെ നാട്ടുവർത്താനം പറയുന്നവിടെ കുത്തിയിരുന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന അവസരം മീറാജിന്റെ അത് നോമ്പല്ല നോൽക്കുന്നത് നല്ലതല്ലേ? ബറാത്തിന്റെ അന്ന് എന്താ നോമ്പ് വെച്ചാൽ നോമ്പല്ല നോൽക്കുന്നത്? ഇങ്ങനെയൊക്കെ പറയുന്ന അവസരത്തിൽ ഞാനീ പറഞ്ഞ ഇത്രയും സംഗതികൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവുക.
ഇസ്ലാമിന്റെ സ്വഭാവം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ നമ്മളെ വക ഒന്നും അതിൽ ചേർത്തിയാൽ പിന്നെ അള്ളാന്റെതാവോ? ഇപ്പൊ നല്ലൊരു കമ്പനി നല്ലൊരു കാർ ഇറക്കി, കമ്പനീന്റെ നല്ലൊരു കാറ്, പിന്നെ നമ്മളെ വക നല്ലതല്ലേ ടയർ മാറ്റി വേറെ ടയറോടെ വെച്ച്, അല്ലെങ്കിൽ നമ്മളെ വക ഇല്ലാത്തത് കുറച്ച് കൂട്ടിച്ചേർത്ത്, എന്നാ പിന്നെ ആ കാറ് സുഹൃത്തുക്കളെ കമ്പനിക്കാരെ കാറാവോ? അതിന് നമ്മളതായില്ലേ? നമ്മളെ കുറെ വക അതിൽ കുറെ പരിഷ്കരണം, ചിലത് നമ്മളതിലുള്ളത് നീക്കി അതിനേക്കാൾ നല്ലത് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട്, ചിലത് നമ്മളെ വക നല്ലതാണ് അതിന്റെ ഫിറ്റും ചെയ്ത്, എന്നാ പിന്നെ നമ്മളാരെങ്കിലും ആ കാറ് ആ കമ്പനി ഇറക്കിയ കാറാന്ന് മാറിയോ? പിന്നെ കമ്പനിക്കാരതല്ലാതെ മാറിയ കാറ് അതേമാതിരിയാണ് പടച്ചോന്റെ ദീന്. ഇതിന് നമ്മളെ കുറെ വക ന്യായീകരണങ്ങൾ, നമ്മളെ കുറെ ഗവേഷണങ്ങൾ, നല്ലതല്ലേ കൂലി കിട്ടാനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കുറെ ഗവേഷണങ്ങൾ ഇന്ന് കഴിവ് നമ്മളില്ലാത്തത് ചേർത്തിയാല് പിന്നെ ഇസ്ലാം മതം പടച്ചോണ്ടതാവോ സുഹൃത്തുക്കള്? അങ്ങനെയാണെങ്കിൽ നമ്മളെക്കാളും ഇസ്ലാമിലുള്ള ചേർക്കാനുള്ള അവകാശം മുഹമ്മദ് നബിക്കല്ലേ? നിങ്ങൾ ഏത് മുസ്ലിമിനെ സമീപിച്ച് നോക്കി, അള്ളാഹിന്റെ വഹീന്റെ പിൻബലമില്ലാതെ നബി ഇസ്ലാമിൽ എന്തെങ്കിലും ഒന്ന് നടപ്പാക്കിയിട്ടുണ്ടോ? അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കോഴിനറുക്കാണ്, കോഴിനറുക്കുന്ന അവസരത്തിൽ കത്തുന്നത് മൂർച്ചൂട്ടി, നല്ല കാര്യമാണ്. നിരീശ്വരവാദി പറയില്ല നല്ല കാര്യമാണെന്നുള്ളത്. കാരണം കത്തിയല്ല മൂർച്ചൂട്ടിയ വേഗം ആ ജീവാബോധാവസ്ഥയിലേക്ക് വീണെന്ന് വരും, കൂടുതൽ അതിനെ വേദനിപ്പിക്കാതെ വധിക്കാൻ സാധിച്ചെന്ന് വരും. അത് നല്ല കാര്യമാണ്. ഒരു കോഴിനറുക്കുമ്പോൾ കത്തി മൂർച്ചൂട്ടല്, അത് സമ്മതിക്കാതെ നിരീശ്വരവാദി ഉണ്ടാവില്ല. എന്നാ മുഹമ്മദ് നബിയും അത് നല്ല കാര്യമാണ് പറഞ്ഞത്. നബി നിരീശ്വരവാദി പറഞ്ഞ മാതിരി ബുദ്ധിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണോ? അല്ല, പടച്ചോന്റെ വഴി ഇറങ്ങി നബിയെ ഒരു കോഴിനറുക്കുമ്പോൾ കത്തി മൂർച്ചൂട്ടല് നല്ല കാര്യമായിട്ട് അള്ളാന്റെ വഴി ആകാശത്തിന് ഇറങ്ങാണെന്ന് ആ വഴിന്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് നബി ഒരു കോഴിനറുക്കുമ്പോൾ കത്തി മൂർച്ചൂട്ടല് നല്ലതാണെന്ന് പറഞ്ഞത്. അതുപോലെ ദാഹിച്ച പട്ടിക്ക് വെള്ളം കോരി കൊടുക്കൽ വലിയ പുണ്യകർമ്മമാണ്. ആരാണ് പുണ്യകർമ്മാന്ന് പറയാത്തത്? നിരീക്ഷ നിർമ്മതവാദികൾ പറയില്ലേ പുണ്യകർമ്മാണെന്നുള്ളത്? നിരീക്ഷ നിർമ്മതവാദികൾ ഒരു ദാഹിച്ച ഒരു പട്ടിക്ക് വെള്ളം കൊടുക്കൽ പുണ്യകർമ്മാന്ന് പറഞ്ഞ മാതിരിയാണ് മുഹമ്മദ് നബി പറഞ്ഞത്? അല്ല. പടച്ചോന്റെ വഴി ഇറങ്ങ നബിയെ നീ സമൂഹത്തെ പഠിപ്പിക്ക്, പട്ടിയാണെങ്കിലും ദാഹിച്ച പട്ടിയാണെങ്കിൽ വെള്ളം കൊടുക്കൽ ദാഹജലം കൊടുക്കൽ പുണ്യകർമ്മാണെന്ന്. അത് നല്ലതല്ല നിനക്ക് നബി സ്വയം പറഞ്ഞതാണോ? അല്ല, പടച്ചോന്റെ വഴിന്റെ അടിസ്ഥാനത്തിൽ. അവ നല്ലതാണെന്ന് നിനക്ക് ഏതാ നബി പറഞ്ഞത്? ഇപ്പൊ സുബീന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് നല്ലതാണ്. നബി എങ്ങനെ നല്ലതാണെന്ന് പറഞ്ഞ? നിസ്കാരല്ലേ, കൂലി കിട്ടാനല്ലേ, പടച്ചോന് വേണ്ടിയല്ലേ. അങ്ങനെ നബി സുബീന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്താക്കിയതാണോ? ഇസ്ലാമിലെ സമ്പ്രദായം ആക്കിയതാണോ? അല്ലല്ലോ. പിന്നെങ്ങനെ പടച്ചോന്റെ വഴി അള്ള വഴി അറിഞ്ഞ് നബിയെ നീയും നിന്റെ സമൂഹവും സുബിക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചത് പുണ്യകർമ്മാണെന്ന്? അല്ലാതെ നിസ്കാരം നേർക്ക് നടപ്പാക്കിയതല്ല. അതേമാതിരി തന്നെ ഇപ്പൊ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മൾ നോൻപൊരിക്കല് രാവിലെ സുന്നത്ത് തന്നെയാണ്. പഴയ റസൂൽ എങ്ങനെയാണ് നടപ്പാക്കിയത്? നോമ്പല്ലേ, പട്ടിണി കിടക്കുകയല്ലേ, അള്ളാഹ്ക്ക് വേണ്ടി പട്ടിണി കിടക്കുകയല്ലേ എന്ന നിലയ്ക്ക് പറയേ? അല്ല, പടച്ചോന്റെ വഴിന്റെ അടിസ്ഥാനത്തിൽ. അവ എന്ത് പ്രവാചകൻ നമ്മോട് കൽപ്പിച്ചാലും അത് പ്രവാചകൻ വരെ അള്ളാഹിന്റെ വശീന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലെങ്കിൽ നമ്മുടെ പണ്ഡിതന്മാര് കാണിച്ചേറ്റ മൊഴിയന്മാര് ഇസ്ലാമിൽ ഇന്ന നിസ്കാരം അത് പടച്ചോന്റെ വഴിന്റെ അടിസ്ഥാനത്തിൽ നബി കൽപ്പിച്ചതാണോ? നല്ലതല്ലേ നിനക്ക് നബി കൽപ്പിച്ചതല്ലേ? ഇസ്ലാമിൽ ഇന്ന നോമ്പ് അത് നോമ്പല്ലേ, കൂലി കിട്ടാനല്ലേ എന്ന നിലയ്ക്ക് നബി കൽപ്പിച്ചതാണോ? അത് കൽപ്പിച്ചതാണെന്ന് തെളിയിച്ചേർത്ത് അത് നബി പറഞ്ഞ ഒരു കുട്ടി ജനിച്ചാൽ ഒരു ബലിമൃഗത്തെ കറുത്തിട്ട് അക്കീക്കത്ത് സാധുക്കൊക്കെ തിന്നാൻ കൊടുക്കുക. അത് നല്ലൊരു കാര്യമാണ്. കുട്ടി ജനിച്ച അക്കീക്കത്ത് മുടിയാഴ്ചയിൽ
പക്ഷെ അത് സാധുക്കൾക്ക് തിന്നാൻ കൊടുക്കല്ലെന്ന നിലക്ക് നബി നടപ്പാക്കിയതാണോ? അത് ഫിത്ർ സക്കാത്ത് പെരുന്നാളെന്നാലും പട്ടിണിയൊന്നും കിടക്കരുത്, ചെറിയ നാളെ മാസം പട്ടിണി ഇറങ്ങുന്നതല്ലേ. അവൻ ചെറിയ പെരുന്നാളോടനുബന്ധിച്ച് ഒരു ദാനധർമ്മം നബി ഇസ്ലാമിലുണ്ട്. അത് നബി ഇങ്ങനെ ചിന്തിച്ച് പെരുന്നാളല്ലേ അന്ന് പട്ടിണി എടുക്കുന്നത് ശരിയാണോ, പിന്നെ സാധുക്കൾക്ക് തിന്നാൻ കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് നബി നടപ്പാക്കിയതാണോ ഫിത്ർ സക്കാത്ത്? ഒരു മുസൽമാനെ പറയാൻ പറ്റുമോ സ്നേഹിതന്മാരെ പെരുന്നാളൊന്നും പട്ടിണി എടുക്കുന്നത് ശരിയല്ല? അങ്ങനെയൊക്കെ നബി ചിന്തിച്ചിങ്ങാണ്ട് തിന്നാൻ കൊടുക്കല്ല നല്ല കാര്യമല്ലേ എന്ന നിലക്ക് ഫിത്ർ സക്കാത്ത് ഇസ്ലാമിക സമ്പ്രദായമാക്കിയതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് പടച്ചോന്റെ വഴിയ നബിയെ എന്താണ് അത് പട്ടിണി എടുക്കുന്നത് ശരിയല്ല. അതിനോടനുബന്ധിച്ച് ദാനധർമ്മം ഇസ്ലാമിന്റെ സമ്പ്രദായമായി ആചാരമാക്കി കൽപ്പിച്ചതാണ് എന്ന് പടച്ചോന്റെ വഴിയിറങ്ങിയപ്പോ നബി പറഞ്ഞു. അപ്പൊ ഈ സംഗതിയാണ് നിങ്ങൾ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇതിനാണ് സുഹൃത്തുക്കൾ ഏതിന് നബിന്റെ മാതൃക ഇല്ലാത്ത നിസ്കാരം, നോമ്പ്, പുണ്യകർമ്മം, ഖുർആനോത്ത്, ഇതിനാണ് മതത്തിന് ബിദ്അത്ത് അല്ലെങ്കിൽ ബിദ്അത്ത് അനാചാരം എന്ന് പറയുന്നത്. എപ്പോഴും ആളുകൾ ചോദിക്കാനാണ് ഇപ്പം ബിദ്അത്ത് എങ്ങനെയാ അതാണ് മൗലവി? ഇപ്പൊ നമ്മുടെ മയ്യത്തുണ്ടോ ആളുകൾ ചൊല്ലിയല്ലേ, ഇപ്പം ജയ് വിളിച്ചല്ലോ, മുദ്രാവാക്യം വിളിച്ചല്ലോ. ദിക്ർ ചെല്ലലെങ്ങനെയാണ് ബിദ്അത്താണത്? ചോദിക്കണം എങ്ങനെയാണെന്ന്. അതെ മരിച്ചോടത്ത് ഖുർആനല്ലോ, രാമായണം വായിച്ചല്ലോ, മത്തായി ലൂക്കോസ് ഒന്നും വായിച്ചല്ലോ. എങ്ങനെയാ മൗലവി ഖുർആനോത്ത് ബിദ്അത്താണത്? അല്ലെ മിറാജില്ലാന്ന് എന്താ നോമ്പ് വിളിച്ചല്ലേ, അതെങ്ങനെയാ ബിദ്അത്താണത്? നോമ്പെങ്ങനെയാ ബിദ്അത്താകുക? ഇതാണ് ജനങ്ങളുടെ സംശയം. ഇത് കള്ളുടി വ്യഭിചാരമൊന്നുമല്ലല്ലോ എന്നാണ് യഥാർത്ഥത്തില്. മുഹർ നിസ്കാരം, ഇപ്പൊ നമ്മൾ അസർ നിസ്കാരം 4 റക്അത്ത് നിസ്കരിക്കാൻ പോവുക, അത് നിങ്ങൾ 5 ആക്കി എന്ന് വിചാരിക്കുക, 5 റക്അത്താക്കി, അതിനല്ല ബിദ്അത്ത് എന്നറിയാം. അല്ലെങ്കിൽ 3 ആക്കി നമ്മൾ ചുരുക്കി, അതിനല്ല ബിദ്അത്ത് എന്നറിയാം. അതിന് തബ്ദീൽ തഗ്യീർ എന്നാ പറയാം, മതം മാറ്റി മറിക്കുക എന്നാ പറയാം. അല്ലെ കുറെ ആള് കൂടി ഇങ്ങാണ്ട് ഒരു കള്ളൂടി സമ്പ്രദായം തുടങ്ങി, കൂട്ടായിട്ട് കള്ളുടിച്ചത്, അതിന് ബിദ്അത്ത് എന്ന് അറിയില്ല. അതിന് തമ്മാർക്കാൻ തോന്നിയാസം എന്നാ പറയാം, ഫുജൂർ എന്നൊക്കെയാണ് പറയാം. നേരെ മറ്റ് കൂട്ടായിട്ട് ഇരുന്നിങ്ങാണ്ട് ഒരു ദിക്റിന്റെ ഏർപ്പാട് നമ്മൾ ചൊല്ലുന്നത് തുടങ്ങിയാലോ അതിനാ ബിദ്അത്ത് എന്നറിയാം. അതാണ് ഇബ്നു മസ്ഊദ് എന്ന സഹാബി അബ്ദുറഹ്മാൻ എന്നൊരു സഹാബിയും പള്ളിയിൽ പ്രവേശിച്ച അവസരത്തിൽ കുറെ ആളുകളുണ്ട്, വട്ടത്തിട്ട് ഇങ്ങനെ ദിക്റില്ലാണ്. ഒരു നേതാവുണ്ട്, നേതാവ് പറയും ഹല്ലിലൂമി ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 പ്രാവശ്യം പറയുന്ന അറിയും. അവ കൂട്ടായിരിക്കുന്നതൊക്കെ ചെറിയ കല്ലുകളുണ്ടല്ലോ മുന്നിൽ, ആ കല്ലുകൊണ്ട് ഇങ്ങനെ എണ്ണം പിടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 പ്രാവശ്യം പറയും. അത് കഴിഞ്ഞാൽ പറയും കദ്ദിറൂമി 100 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറയുന്ന അറിയും. ആ അനുയായികളൊക്കെ ഇങ്ങനെ ആ കല്ലുകൊണ്ട് എണ്ണം പിടിച്ചിട്ട് അല്ലാഹു അക്ബർ ഇങ്ങനെ പറയും. പിന്നെ സുബ്ഹാനല്ലാഹ് പറയാൻ പറയും, അൽഹംദുലില്ലാഹ് പറയാൻ പറയും. അപ്പൊ ഇതിങ്ങനെ ജനങ്ങൾ ചെയ്യുകയാണ്. അപ്പൊ ഇബ്നു മസ്ഊദ് എന്ന പ്രഗൽഭ സഹാബിനെ സജീദ് പെട്ട് അദ്ദേഹം ചോദിച്ചു, എന്താ മുതലപ്പോ ഈ ഏർപ്പാട്? എന്താ ഇബ്നു മസ്ഊദ് ഞങ്ങൾ കണ്ടല്ലേ, ഞങ്ങളിൽ ആളുകളിൽ നിക്കറൊക്കെ ചെല്ലുകയാണെന്ന് അറിഞ്ഞു. ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഞങ്ങൾക്കറിയോ നിങ്ങൾ നരകത്തേക്കുള്ള വാതിൽ തുറക്കാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, എന്തെങ്കിലും പറയുന്ന മാ അറബിന ഇല്ലല്ലേ ഇഹ്സാൻ, ഞങ്ങളൊന്ന് അന്യല്ല ഉദ്ദേശിച്ചത്, ഞങ്ങൾ സ്വർഗം കിട്ടണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. അല്ല അവര് ഇബ്നു മസ്ഊദ് പറഞ്ഞു, മനുഷ്യരെ എത്ര ആളുകളാണ് സ്വർഗം കിട്ടാൻ വേണ്ടി പലതും ചെയ്യുക, ഇങ്ങനെ നരക വാങ്ങണത്. വികാരത്തോടുകൂടി പറഞ്ഞ് നബി മരിച്ചിട്ട് നബിന്റെ ഭാര്യമാരെ യുവത്വം നഷ്ടപ്പെട്ടിട്ടില്ലട്ടോ, യുവതിയായ ഭാര്യന്റേത്. അപ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെ ചെയ്യുക, പുതിയതുണ്ടാക്കുക. നബി തിന്ന പാത്രം ഉടഞ്ഞിട്ടില്ല, ആണിയത്തോ നബിന്റെ പാത്രം ഉടഞ്ഞിട്ടില്ല, നബി ധരിച്ച വസ്ത്രം വരെ നുരുങ്ങിയിട്ടില്ല.
അപ്പോഴേക്കും നിങ്ങൾ ഇതിന് ഇല്ലാത്തത് ഉണ്ടാക്കാന്ന് ചോദിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ കയ്യിലൊരു ചാട്ടവാറുണ്ടായി. ആ ചാട്ടവാറുകൊണ്ട് അടിച്ചിട്ട് ഈ മനുഷ്യന്മാരൊക്കെ പള്ളിയിൽ നിന്ന് ഓടിക്കുക. ഇപ്പൊ ഇവരെന്തേ ചെയ്തത്? മട്ടിട്ട് കൂടിങ്ങാണ്ട് കള്ളുടിച്ചേനി അല്ലല്ലോ, തോന്നിയാസം വിളിച്ചേനി, നായെ പന്നിയെന്നൊക്കെ ചീത്തറിച്ചേനി അല്ല. അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക. ഇത് ഈ ഹദീസ് ഇപ്പൊ മൗലവിമാര് സ്വീകാര്യമല്ലാതാണെന്ന് പറഞ്ഞിരിക്കണം കേട്ടോ. ഇത് ശരിക്കും ഇമാം നബവിന്റെ ഉസ്താദ് വരെ അബൂഷാമ അദ്ദേഹത്തിന്റെ അൽബായിസ് എന്ന കിതാബിൽ മൗലികമായ ഒരു തത്വമായിട്ട് ഹദീസിനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആ സമൂഹത്തിലുള്ള മിക്ക അനാചാരത്തെയും അദ്ദേഹം തത്വ തന്നെ ചെയ്യുന്നത്. ഈ നബവിക്ക് തന്നെ കിതാബ് ഓതി കൊടുത്ത അബൂഷാമന്റെ കിതാബിൽ അൽബായിസിൽ. അപ്പൊ ഇത് മൗലവിമാർക്ക് വലിയ തലവേദന ഉണ്ടാക്കും ഈ ഹദീസേ. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഏതാ അവിടെ വിദ്യാർത്ഥി? അള്ളാന്റെ പള്ളിയിലല്ലേ, ഓവാക്കിന്റെ ചൂട്ടിലല്ലല്ലോ, പടച്ചോന്റെ പള്ളിയിലാണ് നടക്കുന്നത്. പിന്നെ എന്തേ വേണം ചൊല്ലിയത്? നല്ലത് ലാലിനും വിക്രോക്കിയാ. പക്ഷെ അങ്ങനെ രൂപം ഭാവം മുസ്ലിം പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. പ്രവാചകൻ വീട്ടിൽ അങ്ങനെ കാണൂല. അപ്പൊ ഇതിന് മാസമുള്ള അടിച്ചിങ്ങാണ്ട് ചാട്ടവാറുകൊണ്ട് അടിച്ചു ഓടിക്കണം മനുഷ്യന്മാരെ, മണ്ടിയട ഉയടാറുകാണ്ട്. പേരെ വിദഗ്ധായത് തെറ്റായത് നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ സമ്മതിപ്പിക്കാം. നിങ്ങളൊരു 5 ആള് പള്ളിയിൽ പ്രവേശിക്കുക, തഹിയ്യത്ത് നിസ്കരിക്കണ്ടേ? നിസ്കരിക്കണം. എങ്ങനെയാ തഹിയ്യത്ത് നിസ്കരിക്കല്? ഓരോരുത്തരും ഒറ്റ നിസ്കരിക്കുക. നിങ്ങളില്ലേ ഒരാൾ പറഞ്ഞ് ജമാഅത്തിന് 25 ഇരട്ടി പുണ്യല്ലേ, ഞാൻ ഇമാമക്കാം, നിങ്ങൾ എന്നെ തുറന്നോളി, ഞങ്ങൾക്ക് ജമാഅത്തായി തുടങ്ങി. എന്നാലും വിദഗ്ധാവോ ഇല്ലേ? ഏത് സുന്നത്ത് ജമാഅത്താനും മറി അത് വിദഗ്ധാണ്. കാരണം അങ്ങനെ ഒരു സംഘടിത ഇത് നബി പഠിപ്പിച്ചെന്നല്ല. തഹിയ്യത്തിന് 100 ആള് പള്ളിയിൽ പ്രവേശിച്ചാൽ 100 ആൾ ഒറ്റക്കൊറ്റക്കാണ് നിസ്കരിക്കേണ്ടത്. അവിടെ ജമാഅത്തിന് 25 ഇരട്ടി പുണ്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തഹിയ്യത്ത് നമുക്കൊരു ജമാഅത്താക്കാൻ പറ്റുമോ? ഇല്ല. തഹിയ്യത്ത് ജമാഅത്തായി നിസ്കരിച്ചാലോ അതിനെന്താ നിങ്ങളെ ഭാഷ പറയാം? നിങ്ങള് വിദഗ്ധായി പറയില്ലേ? എന്റെ വിദഗ്ധായത് ഇവിടെ കള്ളുടിയ വിദഗ്ധായത്, വ്യഭിചാര വിദഗ്ധായത് അല്ല. നിസ്കാരം തഹിയ്യത്ത് നിസ്കാര വിദഗ്ധാണ്. ഇങ്ങനെ 5 ആള് പള്ളിയിൽ പ്രവേശിക്കുകയാണ്. 5 ആള് പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കണം. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക. ഒരാള് പറഞ്ഞ നമ്മൾ 5 ആളില്ലേ, കൂട്ടുപ്രാർത്ഥനക്ക് കുറച്ച് പുണ്യം ഉണ്ടാവുമല്ലോ, ഞാൻ ചെല്ലിത്തരങ്ങൾ ആമീൻ പറഞ്ഞാൽ ഈ അറിഞ്ഞു. എന്നിട്ട് അല്ലാഹുമ്മ ഇഫ്തഹ് ലനാ അബ്വാബ റഹ്മതിക, പഠിച്ചോനെ ഞങ്ങൾക്ക് എന്റെ ആ അനുഗ്രഹത്തിന്റെ വാതിൽ തുറന്നു തരണമെന്ന് അറിഞ്ഞു. നിങ്ങളൊരു ആമീന്നും പറഞ്ഞു പള്ളിക്ക് കയറി. എന്നാൽ വിദഗ്ധാവോ? ആവും. കാരണം അതിനാ നബി നമുക്ക് കൂട്ടായിട്ട് പഠിപ്പിച്ചു തന്നിട്ടില്ല. അത് ഒറ്റക്കൊറ്റക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയത്. ഇപ്പൊ നമ്മളൊരു കൂട്ടുപ്രാർത്ഥന തുടങ്ങി, അത് കൂട്ടുപ്രാർത്ഥനയാക്കി. ഇന്നത് വിദഗ്ധാവൂലേ? അള്ളാഹിന് ശിക്ഷ കിട്ടൂലേ? ഇനിയോ പള്ളിയിൽ നമ്മൾ നിസ്കരിച്ച് പുറത്തു ചാടുക, ഒരു 10 ആള് ഇറങ്ങുക, പ്രാർത്ഥിക്കണം. ഓരോരുത്തരും ഒറ്റക്ക് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക, പഠിച്ചോനെ എന്റെ അനുഗ്രഹത്തിൽ ഞാൻ ചോദിക്കുകയാണെന്ന് അറിയാം. അപ്പൊ നമ്മളൊരു ചിന്ത എങ്ങനെ ഉപയോഗിച്ച് ഈ കൂട്ടത്തിൽ ചിലപ്പോ പ്രാർത്ഥന അറിയാത്തതുണ്ടാവും. പിന്നെ കൂട്ടുപ്രാർത്ഥനയ്ക്ക് നല്ലതുമാണ്. അത് ഞാൻ ചൊല്ലിത്തരങ്ങളുടെ ആമീൻ പറഞ്ഞാളി. നിങ്ങളുടെ കൂട്ടത്തിൽ പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പഠിക്കാത്തവരും ഉണ്ടാവുമല്ലോ. എന്നാ അവർക്കൊരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ച്. എന്നിട്ട് അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ ഫളിക ചൊല്ലിത്തന്ന് നിങ്ങൾ ആമീൻ പറഞ്ഞ് എന്നിട്ട് പള്ളി നടറിഞ്ഞ വിദഗ്ധാവൂലേ? ആവുന്ന്. ഏത് മോടിയാലും സമ്മതിക്കുന്നു വിദഗ്ധാവുന്നു. പേര് വിദഗ്ധായത് ഇൻഖിലാബ് ചിന്താവാദ് വിളിച്ചത് അല്ലല്ലോ. നല്ല പ്രാർത്ഥന, നബി പഠിപ്പിച്ചെന്ന പ്രാർത്ഥന, നബിക്ക് എല്ലാവരും പറഞ്ഞ പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോ
ഇപ്പൊ നമ്മളൊരു ചെറിയൊരു രൂപമാറ്റം, ഒരു ചെറിയൊരു പരിഷ്കരണം, അത് ന്യായീകരണം നമുക്കുണ്ട്. പ്രാർത്ഥന പഠിച്ചാത്തൊരു കൂട്ടത്തിലുണ്ടാവില്ലേ? ചിലപ്പോ തീരെ ചെല്ലിയിലാന്ന് വിചാരിക്കും, വെപ്പൊന്നുമില്ല. അപ്പൊ അങ്ങനെ വേണ്ട നഷ്ടപ്പെടേണ്ട. മാമി പറച്ചില്ല, മാമിയെങ്കിലും പറഞ്ഞോളൂ. ഇപ്പൊ നിങ്ങൾ വള്ളി നിർത്തുമ്പോൾ ഒക്കെ പ്രാർത്ഥിക്കലുണ്ട്, മറക്കല്ലേ? അപ്പൊ കൂട്ടുമാർത്തിന് മറക്കൂല്ലല്ലോ എന്നൊക്കെ നല്ല ന്യായീകരണം നമുക്കുണ്ട്. ഇന്നൊരു ചെറിയൊരു പരിഷ്കരണം, ആ പരിഷ്കരണം കൊണ്ട് കുറച്ച് ഉപകാരം നമ്മൾ കിട്ടുന്നുണ്ട്. എന്നാലും പറ്റുമല്ല, അത് വിദേശത്താണ്. ഇനി മൂത്രപ്പേരിക്ക് കിടക്കുക, മൂത്രപ്പേരിക്ക് നമ്മൾ കിടക്കുക, പ്രാർത്ഥിക്കണം ഓരോരുത്തരും. നമ്മളെ കൂട്ടത്തിൽ പുതിയതായി ഇസ്ലാമിലേക്ക് വന്ന ഒരാളുണ്ട്, ഓന് പ്രാർത്ഥനയൊന്നും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ 4-5 അപ്പൊ ഒരുത്തൻ പറഞ്ഞ് ഞാൻ ചെല്ലിത്തരങ്ങൾ ആമീൻ പറഞ്ഞാളി അറിഞ്ഞു. എന്നിട്ട് അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസി, നിങ്ങൾ ആമീനോട് പറഞ്ഞാൽ മൂത്രപ്പേരികൾ കടന്ന് പ്രാർത്ഥനയാവോ വിദ്യാത്താവോ ആവും. വിദ്യാത്തായി നേരെ മാറ്റികൾ മൂത്രിച്ച ശേഷം അനരിക്കാതെ പോന്നാലോ അതിന് വിദ്യാർത്ഥി എന്നല്ല പറയാൻ ഇസ്മ തോന്നിയാസം എന്നാ പറയാ, ഫുജൂർ എന്നാ പറയാ. നിങ്ങളെ മൂത്രപ്പേരി കിടന്നപ്പോ ഒരു കൂട്ടുപാത്രം ഉണ്ടാക്കി ആമീൻ പറഞ്ഞ് എന്നിട്ട് നിങ്ങളെ മൂത്രപ്പേരികൾ കിടങ്ങി. എന്നാൽ അത് വിദ്യാർത്ഥി. നിങ്ങളെ മൂത്രിച്ച ശേഷം വൃത്തിയാക്കാതെ പോയാലോ അത് ഫുജൂർ അല്ലെങ്കിൽ ഇസ്മ പാപ്പം എന്നതിന് പറയാം, അതിന് വിദ്യാർത്ഥി എന്നല്ല പറയാം. പേര് വിദ്യാർത്ഥാണത്. നിസ്കാരം, നോമ്പ്, പ്രാർത്ഥന, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? വിദ്യാർത്ഥായി അനാചാരമായി മാറുന്നത്. നബിന്റെ സീന് പതിഞ്ഞിട്ടില്ലെങ്കിൽ എന്നർത്ഥം. നബിക്ക് 3 സീലാണ്. ഒന്ന് കൗല് വാക്കാണ് സീല്, രണ്ടാമത്തത് പ്രവർത്തി സീലാവുന്ന സീല്, മൂന്നാമത് തക്രീർ അംഗീകാരമാവുന്ന സീല്. അപ്പൊ നബിന്റെ ഈ 3 സീലുണ്ട്. ഏറ്റവും ദുർബലമായ സീലാണ് അംഗീകാരം. മൗലാനുവാദ നബിന്റെ കാലത്ത് സഹാബത്ത് ദീനാന്ന് വിചാരിച്ചൊരു സംഗതി ചെയ്ത് നബി മിണ്ടിയില്ല. ഇപ്പൊ നബി ജനിച്ച ദിവസമല്ലേ സഹാബത്ത് റബീഉൽ അവ്വൽ വന്നപ്പോൾ ജാഥ നടത്തി, മൗലൂദ് ജാഥ. നബിന്റെ മുന്നിൽ കൂടിയ കടന്നുള്ളത് ജാഥ. അപ്പൊ നബി ഇങ്ങനെ മിണ്ടാതിരുന്ന്, മിണ്ടിയില്ല നബി, ഒന്നും പറഞ്ഞില്ല. പാടില്ലാന്ന് പറഞ്ഞ പാടുണ്ട് തന്നെയല്ല, 4 പേരെ സുന്നത്താവാണ്. ഇപ്പൊ ചുരുങ്ങിയത് നബിന്റെ കാലത്ത് തന്നെ വേണം, മൗലാനുവാദെങ്കിലും വേണം. ഇപ്പൊ നമ്മളൊരു പ്രാർത്ഥന പരിശോധിച്ച് നോക്കി, ഒരു നിസ്കാരം പരിശോധിച്ച് നോക്കി, ഒരു നോമ്പ് പരിശോധിച്ച് നോക്കി, ഒരു കൂട്ടുപ്രാർത്ഥന പരിശോധിച്ച് നോക്കി, നബിന്റെ ഈ 3 സീലിൽ ഒരു സീലും പതിഞ്ഞിട്ടില്ല. എന്നാ അതിനാണ് ശറയിൽ മതത്തിൽ എന്ത് പറയാ, ബിദ്അത്ത് എന്ന് പറയാ. അതെത്ര ഗൗരവമുള്ള കാര്യമെന്നറിയങ്ങള്. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പർമെന്ന് നബി പറഞ്ഞെന്താ, വകുല്ലു ബിദ്അത്തിൻ വലാല വകുല്ലു വലാലത്തിൻ ഫിന്നാർ. റിപ്പോർട്ട് കാണാം, വകുല്ലു മുഹ്ദത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ വലാല, അങ്ങനെയൊക്കെ കാണാം. എല്ലാ പുതിയതും ബിദ്അത്താണ് കേട്ടോ. മതത്തിന് പുതിയത് ഉണ്ടാക്കുന്നത് ബിദ്അത്തൊക്കെ വലാലത്താണ്, ദുർമാർഗാണ് കേട്ടോ. അത് നിസ്കാരാവട്ടെ, നോമ്പാവട്ടെ, കൂട്ടുപാടത്തിനാവട്ടെ കേട്ടോ. ഞാൻ പഠിപ്പിക്കാനാത്ത പുതിയതൊക്കെ വകുല്ലു ബിദ്അത്തിന് ദുർമാർഗാണ്, വകുല്ലു വലാലത്തിൻ ഫിന്നാർ, അങ്ങനെയും കാണും റിപ്പോർട്ടില്. വലാലത്തെ ദുർമാർഗത്തിലാണ്. നോക്കി നിങ്ങള് എല്ലാ വെള്ളിയാഴ്ച നബി പറയുന്നതാ വെച്ചിങ്ങാണ്ട് കാപ്പി കൊടുക്കും. അപ്പൊ മിമ്പാന്ന് വെച്ചിങ്ങാണ്ട് ഖത്തീബ് സുഹൃത്തുക്കളെ വകുല്ലു ബിദ്അത്തിൻ വലാല എന്ന് പറഞ്ഞാൽ കഞ്ചാവ് വലിയാണോ ഉദ്ദേശിക്കുന്നത്? വ്യഭിചാരാണോ ഉദ്ദേശിക്കുന്നത്? അല്ല പലിശ വാങ്ങലാണോ ഉദ്ദേശിക്കുന്നത്? കൈകൂലിയാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അതിലൊന്നും ബിദ്അത്ത് എന്നല്ല പറയാ. കൈകൂലിയും പലിശയും വാങ്ങണീന്, കരിഞ്ചന്ത നടത്തിന് ബിദ്അത്ത് എന്നല്ല പറയാ. അതിനൊക്കെ ഇസ്മ്, ഫുജൂറ്, അല്ലെ ഹറാമ്, ഇതൊക്കെയാണ് അതിനെ നമ്മൾ പറയാം. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മാതിരി കൂട്ടുപ്രാർത്ഥന. ആ കാളിയാരെന്നെ പറഞ്ഞ് വകുല്ലു ബിദ്അത്തിൻ വലാല മിമ്പർമ കയറിയപ്പോ ജമാഅത്തി വായിക്കുന്ന മുമ്പ്, എന്നിട്ട് ഇറങ്ങിയ ശേഷം എന്താ ചെയ്യുന്നത്? അതാ
ഇല്ലാത്തൊരു കൂട്ടുപാർത്ത നമസ്കാര ശേഷം നോക്കിങ്ങള് എന്താപ്പോ അതുകൊണ്ട് ഇത് നിങ്ങൾ ശരിക്ക് പഠിക്കി. രണ്ടാൾ അങ്ങാടിന്ന് കത്തിക്കൊണ്ട് കുത്തി, ഇവിടുന്ന് കത്തിക്കൊണ്ട് രണ്ടാൾ അങ്ങോട്ട് കത്തിക്കുത്തി നടത്തി. കണ്ടടല് വിദ്യാർത്ഥി എഴുതുന്ന അറിയോ? രണ്ടടല് വിദ്യാർത്ഥി എഴുതുന്നത് എനിക്ക് തോന്നിയാസം ചെയ്തതന്നെ അറിയുള്ളൂ. കത്തിക്കൊണ്ട് കുത്തിക്കൊന്ന് ഒരാളെന്നെ അറിയും. വിദ്യാർത്ഥി എഴുതുന്ന അറിയാം. നമ്മളാരെയും അറിയലുണ്ടോ? ഒരുത്തം കള്ളും കുടിച്ചിട്ട് ഇങ്ങനെ സാഹിത്യം പറഞ്ഞു പോകുക, തോന്നിയാസം പറഞ്ഞു എടാ ഓ കണ്ടൊരു വിദ്യാർത്ഥി ചെയ്തത് അതിന് വിദ്യാർത്ഥി എന്നറിയില്ല. ഇതൊക്കെ ദുർമാർഗം വരാനത്തെന്നൊക്കെ പറയുള്ളൂ. വിദ്യാർത്ഥി എന്ന് പറഞ്ഞാല് എന്റെ മയ്യത്തുണ്ടോ മതിക്കർ ഇങ്ങനെ ചൊല്ലി പോവുക, അണ്ട വിദ്യാർത്ഥായി. മയ്യത്തുണ്ട് പുറത്തെ നിക്കറിൽ എങ്ങനെ പോയി വിദ്യാർത്ഥായി, അതിനാ വിദ്യാർത്ഥി എന്നറിയാം. മയ്യത്തുണ്ട് പുറത്തെ നിക്കറിൽ എങ്ങനെ പോയി വിദ്യാർത്ഥായി, അതിനാ വിദ്യാർത്ഥി എന്നറിയാം. കുറ്റം കള്ളുടിക്കുന്ന ആയിരം മോനെ വിളിച്ചു പോയാലോ അവർക്ക് കൂടെ അതിന് വിദ്യാർത്ഥി എന്നറിയില്ല. പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരിക, നിങ്ങളെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിങ്ങൾ ജാഥ എങ്ങനെ നടത്തുക, അതിന് വിദ്യാർത്ഥി എന്ന് അറിയില്ല. അതിന് അനുവദനീയമാണ് ഈ പറഞ്ഞോളി. റബീഉൽ അവ്വൽ വന്നപ്പോൾ മൗലൂദ് ജാഥ നടത്തിയാലോ വിദ്യാർത്ഥി എന്തുകൊണ്ട്? മറ്റേത് നിങ്ങൾ വരലോട്ട് കൂടിയിട്ടാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളെ സ്ഥാനാർത്ഥി ജയിക്കാൻ വേണ്ടിയിട്ടാ. അതിന് മുമ്പ് കാണിച്ചു കൊടുക്കാനാ, നിങ്ങൾ മോശമൊന്നുമില്ല ചെയ്തുകൊണ്ട് പോട്ട് എന്ന് അറിയാനാ ജാഥ നടത്തുന്നത്. നേരെ മൗലൂദ് ജാഥയാണെങ്കിലോ അതൊരു പുണ്യകർമ്മയുണ്ട് ഇസ്ലാമില്, അത് ചെയ്താൽ കൂലി കിട്ടും എന്ന് വിചാരിച്ചാൽ നബിദിന ജാഥ നടത്തു പോണത്. അപ്പൊ അത് വിദ്യാർത്ഥായി. നേരെ മൗലൂദ് ജാഥയാണെങ്കിലോ അതൊരു പുണ്യകർമ്മയുണ്ട് ഇസ്ലാമില്, അത് ചെയ്താൽ കൂലി കിട്ടും എന്ന് വിചാരിച്ചാൽ നബിദിന ജാഥ നടത്തു പോണത്. അപ്പൊ അത് വിദ്യാർത്ഥായി. അപ്പൊ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന്. അതിനിപ്പോ എത്ര തെളിവാണ് നമ്മളെ പുകാക്കൾ തന്നെ പറഞ്ഞതെന്ന് അറിയങ്ങള്. അതിന് ഏതാണ് ഇപ്പൊ ഷാഫി മസ്ഹബ് വരെ ഞാൻ കുറെ നാടൻ ഉദാഹരണം അത്ര പറഞ്ഞത് നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി. ഫിഖിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ ചില സംഗതികൾ, ഏതാനും ചില സംഗതികൾ. ഇപ്പൊ ഊന്നെടുക്കുന്ന അവസരത്തില് നമ്മൾ നിസ്കരിക്കുമ്പോൾ കൈകാലൊക്കെ നീട്ടിക്കഴുകുമല്ലോ, അതേ സമയത്ത് ഒന്നെടുക്കുമ്പോ എങ്ങനെ പെരടി നടഞ്ഞാലോ, പെരടി നടിയാ നല്ല അടിയുമ്പോ പെരടിയും കൂടി നടഞ്ഞു. ഈ നെബർ വരെ പറഞ്ഞ് അത് വിദഗ്ധാണ് പഠിച്ചോൻ ശിക്ഷിക്കുന്ന അറിഞ്ഞ്. ചില ഹദീസ് കൊണ്ട് അഹമ്മദിൽ കാണാൻ നബി പറഞ്ഞ് നിങ്ങൾ ഒന്നെടുക്കുമ്പോ പെരടി നടത്തിയാല് പരലോകത്ത് വരുമ്പോ നിങ്ങളെ കഴുത്തിന് ആമം വിഴൂല. അഹമ്മദ് ഉദ്ധരിച്ച ഹദീസാണ്. ഹദീസുണ്ട്, ദുർബലാണ്. ചില ആളുകൾ പറയും ഈ അമൽ ചെയ്യാൻ ദുർബലമായ ഹദീസ് എടുക്കാണ്ട്. നിങ്ങൾ അമലിന്റെ പ്രശ്ന. എന്നിട്ട് നബവി ഇമാം ശഹർ മുഅദ്ദബിൽ പറഞ്ഞെന്താ, അത് അനാചാര പഠിച്ചോൻ ശിക്ഷിക്കും. ശരി കേട്ടോളി. 5 നേരം നിസ്കരിക്കുമ്പോ നബി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബറകാത്തുന്നും കൂടി പറഞ്ഞു ഞാൻ ഹദീസുണ്ട്. അബൂദാബൂദ് ഉദ്ധരിച്ചതാണ്. അബൂദാബൂദിലെ സിഹാബ് സിറ്റി വരെ പെട്ടതാ. ബറകാത്തും കൂടി പറഞ്ഞിരുന്നു. ഇവിടെ തെബിലീകാരന് വരെ ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല. 5 നേരം നിസ്കാരത്തും സലാമും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു പൊട്ടിക്കുന്നത് എന്താ? അബൂദാബൂദ് ഉദ്ധരിച്ചതല്ലേ. പിന്നെ ബറക്കാത്ത് ചൊല്ലണ്ടാൻ എനിക്ക് പറഞ്ഞിട്ടില്ലല്ലോ. ബറക്കാത്ത് ചൊല്ലണ്ടാൻ എനിക്ക് പറഞ്ഞിട്ടില്ല. അബൂദാബിൽ ഉണ്ടാണോ? പക്ഷേ ഹദീസ് ദുർബല. അതുകൊണ്ട് നബവി ഇമാം ശറഹ് മുഅദ്ദബിൽ തൂഫിൽ എല്ലാ കിതാബിലും പറഞ്ഞു. മയ്യത്ത് നിസ്കാരത്തിലാണ് ഈ ഷാഫി മദ്ഹബിൽ ബറക്കാത്തുണ്ട്. അത് ഇസ്ലാമില്ലല്ലോ, നബി പഠിപ്പിച്ച ഇസ്ലാമിലില്ല. ഷാഫി മദീന പ്രഗൽഭ കിതാബിലൊക്കെ ബറക്കാത്ത് തൂഫി ഷെർവാനിയൊക്കെ പറഞ്ഞ് ഫത്തുൽമുന്റെ ഏനത്ത് വരെ പറഞ്ഞ് ബറക്കാത്തും ഇല്ലാത്ത അപ്പുറത്ത് ഉപേക്ഷിക്കണം എന്നറിഞ്ഞു. പോട്ടെ, അത് കളികളില്ല. സർനിസ്കാരത്തിൽ ആരെങ്കിലും ബറക്കാത്തും ചൊല്ലുന്നുണ്ടോ? ബറക്കാത്തുന്ന പഠിച്ചോലെ ബർക്കത്തും കൂടി ഉണ്ടാക്കട്ടെ എന്നല്ലേ, നല്ലതല്ലേ പറഞ്ഞത്.
പിന്നെ അബൂദാവൂദ് സിഹാബിൽ പെട്ടതല്ലേ. ഹദീസ് ദുർബലുണ്ടെന്നുള്ളൂല്ലോ. പിന്നെ അതിന് എതിര് വേറെ ഹദീസ് വന്നിട്ടൂല. നബി വർക്കാത്തു ചെല്ലണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. എന്നിട്ട് എന്താ നമ്മള് ക്രിസ്ത്യാനി സലാമിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് മാത്രം വെച്ച് നിർത്തുന്നത്? മൂല്യന്മാര് വരെ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മൂല്യന്മാര് വരെ എന്താ ബർക്കാത്തുന്ന ചൊല്ലാത്തത്? കൂട്ടുപ്രാർത്ഥന നടത്തുമ്പോൾ പറയാൻ നല്ലതാണെന്നറിയ രേഖയില്ല. അപ്പോൾ ചോദിച്ചെന്താ മൂല്യരെ ബർക്കാത്തു എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടുതൽ രേഖ ഉള്ളത്? ഇതിന് ദുർബല ഹദീസുല്ലല്ലോ കൂട്ടുപ്രാർത്ഥന നടത്താൻ നിസ്കാരം ശേഷം. ഇത് ദുർബല ഹദീസുല്ല, മാറോല വരെ അല്ല. മറ്റീന് അബൂദാവൂദ് വരെ ഉദ്ദേശിച്ച സിഹാബിൽ പെട്ട ഹദീസില്ലേ? അപ്പൊ എന്താ കവി ചെയ്തുകൂടെന്ന് ചോദിച്ചു നോക്കിങ്ങള്. ഇന്ന് അത് എടുക്കലല്ല, അത് ദുർബല ഹദീസിലെങ്കിലും ഉണ്ടല്ലോ. മറ്റേതും ഇല്ലല്ലോ, ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയോ നസായി ധരിച്ച ഹദീസ് കാണാം. നബി അത്തഹിയാത്തുൽ മുബാറത്തു പറഞ്ഞിട്ടുള്ള തുടങ്ങാറുള്ളത്. ബിസ്മില്ലാഹി അത്തഹിയാത്തുൽ മുബാറക്കത്തു പറഞ്ഞിട്ട് തുടങ്ങാറുള്ളത് നസായി ധരിച്ച ഹദീസിലാണ്. പ്രഗൽഭ സഹാബിയായ ഇബ്നു മസ്ഊദിന്റെ അത്തഹിയാത്തിന് ബിസ്മില്ലാഹി സ്ഥിരപ്പെടും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ അത്തഹിയാത്ത് ചെല്ലുമ്പോ ബിസ്മില്ലാഹി എന്ന് തുടങ്ങിയിട്ടുണ്ടോ? എന്താ നല്ലതല്ലേ? പിന്നെ നല്ല കാര്യമൊക്കെ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലാറുണ്ടെന്ന് ഹദീസ് ഇവിടെ ഉണ്ടല്ലോ. എല്ലാ നല്ല കാര്യം തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ടാണ്. അത്തഹിയാത്ത് നല്ല കാര്യമല്ലേ? പിന്നെ നസായി സിയാബിൽ പെട്ടതല്ലേ? സഹാബത്തിന്റെ ചില സഹാബത്തിന്റെ അത്തഹിയാത്തിൽ സ്ഥിരപ്പെട്ടു ഒന്നും ചെയ്തിട്ടില്ലേ? എന്നിട്ടും സർവ്വ ഷാഫി മദ്ഹബിന്റെ കിതാബിലും പറഞ്ഞ് സൂഫടക്കം പറഞ്ഞ് ഇല്ല, അത്തഹിയാത്ത് മുബാറക്കാത്തന്നെ തുടങ്ങണം എന്ന് അറിഞ്ഞ് ബിസ്മില്ലാഹി അത്തഹിയാത്ത് തുടങ്ങാൻ പാടില്ല. ഇതിനകത്ത അനാചാരമാണെന്ന് ബിസ്മിയല്ല ഇപ്പൊ അനാചാരമായത് അല്ലേ? ആയി ആവും. ഇനിയിപ്പോ തലാഖിരിക്കുക, നിങ്ങളെ ഭാര്യ തലാഖില്ല. തലാഖിരിക്കുന്ന അവസരത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എഴുതിക്കാണ്ട് തലാഖ് എഴുതിക്കാണ്ട് പള്ളി കമ്മിറ്റിക്ക് അയച്ചാൽ ടീച്ചർ ബിസ്മി എഴുതാൻ പാടില്ലാത്ത തലാഖില്ലല് നല്ല കാര്യം നില നിർബന്ധാവശ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ ബിസ്മി നോക്കിങ്ങള് ഹറാമാണത്, പാടില്ലാത്തതാണത്, പാടില്ല. ഇപ്പൊ നിർബന്ധാർത്ഥിന് പന്നിയിറച്ചി തിന്നാൻ അനുവദനീയ. ഇപ്പൊ നിർബന്ധാർത്ഥിന് പന്നിയിറച്ചി പക്ഷേ ബിസ്മിയിൽ പന്നിയിറച്ചി നാം വെച്ചപ്പോ അവിടെ സഹ്യതൊന്നും ബിസ്മി ഉണ്ടല്ലോ. അപ്പൊ ഓരോന്നോരോ സ്ഥാനത്ത് സന്ദർഭത്തിലൊക്കെ എന്താവണം ചെയ്യണം എന്നർത്ഥം. അല്ലെങ്കിൽ ബിസ്മി ഇതൊക്കെ ഞാൻ വിദ്യാർത്ഥൊക്കെ ആയിട്ട് മാറുക എന്നർത്ഥം. അത് നിങ്ങൾ കാര്യമായിട്ട് ചിന്തിക്കുക, മനസ്സിലാക്കി വെച്ചു. എപ്പോഴും ആളുകൾ ചോദിക്കുന്നത് അതാണ്, എന്താ ഇങ്ങനെ പറയുന്നത്? നോമ്പ് എങ്ങനെയാണ് അനാചാരാണത്? അല്ലെങ്കിൽ പ്രാർത്ഥന എങ്ങനെ അനാചാരാണത്? അത് ശരിക്കും അത് മനസ്സിലാക്കി വെക്കുക എന്നർത്ഥം. ഇനി നമ്മൾ ഒന്ന് രണ്ട് ചില വിഷയങ്ങൾ വിശദമായിട്ട് പറയാൻ ഇതില്ല. തെറ്റിദ്ധാരണകളിൽ കടന്നുകൂടിയതാണ് ചില പ്രാർത്ഥന രംഗത്ത് നമ്മളിൽ കടന്നുകൂടിയത്. ഉദാഹരണം പറയുകയാണെങ്കിൽ സുഹൃത്തുക്കളെ, ഇപ്പൊ മയ്യത്തിന് നമ്മൾ വീട്ടിൽ നിറക്കുന്ന അവസരത്തിൽ ചില സ്ഥലത്ത് യാസീൻ ഓതും. യാസീൻ അറിയും, കൂട്ടായിട്ട് യാസീൻ ഓത്താം. യാസീൻ ഓതിയ ശേഷമാണ് പിന്നെ നമ്മൾ മയ്യത്തിലെ വീട്ടിൽ നിറക്കുന്നത്. നിങ്ങൾ എത്ര നബിന്റെ ഭാര്യ ഖദീജ ബീവി നബി ജീവിച്ചിരിക്കുന്ന അവസരത്തിലല്ല മരിച്ചത്. നബിന്റെ മോള് സൈനബു നബിയായ ശേഷം ഒക്കെയല്ല ഇവരൊക്കെ മരിച്ചത്. എത്ര കുട്ടി റുഖിയ, ഉമ്മു കുൽസും, എത്ര നബിന്റെ കുട്ടികളെ നബിന്റെ വീട്ടിൽ നിന്ന് പുറത്ത് കിടത്തി മയ്യത്തിറക്കി ഇല്ലേ? ഒറ്റ സംഭവം ഉണ്ടോ സുഹൃത്തുക്കളെ? നബി ജീവന് തുല്യം സ്നേഹിച്ച ഭാര്യ വീട്ടിൽ നിന്ന് അങ്ങോട്ട് മയ്യത്തിറക്കിയപ്പോ നബിന്റെ ഈ കുട്ടികളൊക്കെ മരിച്ചിട്ട് മയ്യത്താണ് ഇറക്കിയപ്പോ എന്തെങ്കിലും ഒരു കൂട്ടാത്ത നബി പഠിപ്പിച്ചെന്നോ? നബി യാസീൻ ചൊല്ലിയോ? നബി പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥന നടത്തിയോ? മൂലയന്മാര് കിതാബിന്റെ കൃത്തിന്റെ മുമ്പിൽ ഇത്തിഖാഫ് കിയാമനാൾ വരെ ഇരുന്നാൽ രേഖ കാണിച്ചു തരാൻ പറ്റുമോ? ഈ അബൂബക്കർ ഉമർ ഇത്ര സഹാബത്ത് മരിച്ചിന് വീട്ടിൽ നിന്നാണ് കിടക്കുന്ന സമയത്ത് പ്രത്യേക ഒരു പ്രാർത്ഥന അവർ ചൊല്ലിയോ? ഒരു യാസീൻ അവർ ചൊല്ലിയോ?
ഒന്ന് കാണിച്ചിട്ട് മൊലിയന്മാര് കാണൂല. കഴിഞ്ഞ എന്റെ ക്ലാസ്സിൽ വിഷയമൊന്നും തന്നെ പ്രത്യേകം സ്പർശിക്കാനേക്ക് സമയം കിട്ടിയിട്ടില്ല. അടിസ്ഥാനപരമായ ചില തത്വങ്ങൾ ഞാൻ നിങ്ങളെ മുമ്പിൽ വെച്ചൊരു ആയുധം ഞാൻ നിങ്ങളെ കയ്യിൽ തന്നു. ഇനി ആ ആയുധം ഉപയോഗിച്ച് ഇസ്ലാമിലെ ആചാരങ്ങൾ അല്ലെ അനാചാരങ്ങൾ സുന്നത്തെ വിജയത്ത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ വേർതിരിക്കാം. ആ വേർതിരിക്കാനുള്ള ഒരു മാനദണ്ഡം ആ തത്വം ഞാൻ നിങ്ങളെ കയ്യിൽ തന്ന് എന്ന് മാത്രം. ഇനി ഒരു കാര്യം കൂടി പ്രത്യേകം ഒന്ന് ഉണർത്തേണ്ടതുണ്ട്. ഒരു വിഷയം ആ വിവാഹവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഈ വിവാഹത്തിലെ കുഫുവ് യോജിപ്പ് എന്താണ് എന്നത് അത് ഖുർആനും സുന്നത്തൊക്കെ നമ്മൾ ധാരാളം പഠിച്ചിട്ടും ഇന്ന് നമ്മളിൽ ഉള്ള ഒരു ചില തെറ്റായ ധാരണകൾ അത് തിരുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഖുർആന് ഈ വിവാഹത്തിലെ യോജിപ്പായിട്ട് പരിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും കാണുന്നത് ഈ ധാർമ്മികമായ അല്ലെങ്കിൽ മതപരമായ യോജിപ്പ് മാത്രമാണ്. അത് ഇമാം ബുഖാരിയുടെ അധ്യായം ജനകത്ത് കൊടുക്കുന്നുണ്ട്. ബാബു അഖിഫായി സിദ്ദീന, ഇസ്ലാമിലെ യോജിപ്പ് കുഫു എന്നത് അത് ദീനിയായ മതപരമായ ബോധം മാത്രമാണ് എന്നാണ്. എന്നിട്ട് ആയത്തുകൊണ്ട് സമർത്ഥിക്കുന്നത് ഒന്നാമത് സൂറത്തിൽ നൂറിലുള്ള പറഞ്ഞ് അൽ ഖബീസാത്തു ലിൽ ഖബീസീന വൽ ഖബീസൂന ലിൽ ഖബീസാത്ത് വത്വയ്യിബാത്തു ലിത്വയ്യിബീന വത്വയ്യിബൂന ലിത്വയ്യിബാത്ത് എന്ന് പറഞ്ഞു. ഇത് കുറെ സംഗതി പഠിച്ചോന് പ്രാസൊപ്പിച്ച് പറഞ്ഞതല്ല. ഇബ്നു ഖയ്യിം, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, അതുപോലെ തന്നെ ഇമാം ബുഖാരി ഇവരൊക്കെ പറയുന്നത് ഇത് വിവാഹത്തിലെ യോജിപ്പല്ല പറഞ്ഞതാണെന്നാണ്. അവര് പറയേണ്ട ഖുർആൻ തന്നെ കിട്ടും ചെയ്യും എന്ന് പറഞ്ഞ ചീത്ത സ്ത്രീ ചീത്ത പുരുഷന്മാർക്ക്, ചീത്ത പുരുഷന്മാർ ചീത്ത സ്ത്രീകൾക്ക്, നല്ല ധാർമ്മിക ബോധമുള്ള സ്ത്രീകൾ ധാർമ്മിക ബോധമുള്ള പുരുഷന്മാർക്ക്, ധാർമ്മിക ബോധമുള്ള പുരുഷന്മാർ ധാർമ്മിക ബോധമുള്ള സ്ത്രീകൾക്ക്. ഇത് വിവാഹത്തിലെ യോജിപ്പല്ല പറഞ്ഞതാണ് എന്നർത്ഥം. ഇതാണ് ഈ ആയത്താണ് ആദ്യമായിട്ട് ഉദ്ധരിക്കുന്നത്. പിന്നെയുള്ളത് നമ്മളൊക്കെ എത്രയോ കേട്ടത് യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ആ ആയത്താണ്. അത് പടച്ചോനടുത്ത് ഏറ്റവും ആദരണീയം ബഹുമാനിക്കപ്പെടുന്ന ആണും പെണ്ണും ആരാ? പടച്ചോനെ പേടിച്ച് ആരാ നടക്കുന്നത്? അവരാണ് എന്നാ. ഒരിക്കൽ നബി ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുക, ഒരിക്കൽ നബി ഒരു സ്ഥലത്ത് ഇരിക്കുക, ഒരു യുവാവ് നടന്നുപോയി. ഇപ്പൊ നബി സഹാബ് ചോദിച്ചു, എന്താ നിങ്ങൾ മാ തഖൂലുന ഫീ, ഈ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ എന്താ അഭിപ്രായപ്പെടുന്നു ചോദിച്ചു. ഇപ്പൊ സഹാബത്ത് പറഞ്ഞ ഹരിജി നബിയെ, ഇയാള് വളരെ അർഹനാണ്. എന്തിനർഹനാണ്? ഇയാൾ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് ശഫാഅത്ത് ചെയ്യൽ അത് എല്ലാവരും സ്വീകരിക്കും. ഏത് മുതലാളിന്റെ പെൺകുട്ടിനെ കെട്ടന്വേഷിച്ചാലും കെട്ടിച്ചു കൊടുക്കും. എന്ത് വെട്ടിത്തം പ്രസംഗിച്ചാലും ആളുകൾ ഇങ്ങനെ കേട്ട് ബഹുമാനത്തോടു കൂടി കേട്ടിരിക്കും അറിഞ്ഞു. പിന്നെ നബിയൊന്നും മുണ്ടിയില്ല, എതിർത്ത് പറഞ്ഞൊന്നുമില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ വേറൊരു യുവാവ് നടന്നുപോയി. നബി ചോദിച്ചു, അവനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് ചോദിച്ചു. ഇപ്പൊ സഹാബത്ത് പറഞ്ഞ നബിയെ, ആരെ പെൺകുട്ടിനെ കെട്ടാൻ ചോദിച്ചാലും ഒരു കെട്ടിച്ചു കൊടുക്കൂലോ ഓന് ശഫാഅത്ത് ചെയ്ത ശുപാർശ ചെയ്താൽ ആരും അല്ല ശുപാർശ സ്വീകരിക്കൂല. അവന് ഖുർആൻ ഓതി പ്രസംഗിച്ചാൽ തന്നെ ആരും കേട്ടുകുത്തിരുന്നോണൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് ഒരു മനുഷ്യനാണെന്ന് അറിഞ്ഞു. ഇപ്പൊ റസൂൽ പറഞ്ഞ ഞങ്ങൾ മനസ്സിലാക്കി കേട്ടോ. ആദ്യം പോയ യുവാവുണ്ടല്ലോ, ഓനെപ്പോലുള്ള യുവാക്കന്മാര് ഭൂമി നിറയുണ്ട്. ഇവനൊരൊറ്റ മനുഷ്യനുള്ളൂ, എങ്കിലും ഇവനാണ് അവരെക്കാളൊക്കെ ഉത്തമൻ എന്നറിഞ്ഞു. രണ്ടാമത്തെ ഹദീസ് ഉദ്ധരിക്കുന്നത് തുൻകാഹുൽ മർഅത്തു ലി അർബഇ. റസൂൽ പറഞ്ഞു 4 കാര്യത്തിന് വേണ്ടി ഒരു പെൺകുട്ടിനെ കെട്ടിച്ചു കൊടുക്കുക. കെട്ടേണ്ടത് 4 കാര്യം എന്നല്ലോ, അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. തുൻകാഹു എന്നാണ് വിവാഹം ചെയ്യപ്പെടുക എന്നാണ്. അതായത് നാട്ടിലൊരു സമ്പ്രദായ നബി വിവരിക്കുകയാണ്, നാട്ടിലെ ആചാര നബി വിശദീകരിക്കുകയാണ്. 4 ആചാരങ്ങളാണ് നാട്ടിൽ നടക്കുന്നത്. ഒന്നിൽ ഈ മാലിയ പൈസ മാത്രം.
വിവാഹവേളയിൽ സ്വത്താണ് അന്വേഷിക്കുക. അങ്ങനെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതുണ്ട്. പെണ്ണിന്റെ സ്വത്ത് അന്വേഷിക്കും. ചിലവര് വലിയ ഹസിബിഹ തറവാടാണ് അന്വേഷിക്കുക. ഉന്നത തറവാടാണോ? അങ്ങനെ തറവാട് അന്വേഷിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുണ്ട്. ചിലർ വലിയ ജമാലിയ, ചിലർ ശാരീരിക സൗന്ദര്യ ഭംഗിയാണ് കാര്യമായിട്ട് നോക്കുക. അങ്ങനെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതുണ്ട്. നാലാമത്തെ വലിയ ദീന മത ചിലവിൽ അന്വേഷിക്കുക. മതബോധ, ദീനിബോധാണ്. പറഞ്ഞ ശേഷം റസൂല പറഞ്ഞു, ഇനി മുസ്ലിമിന്റെ സമ്പ്രദായ ആചാരേത ഫൽഫർ ബിദാത്തി ദീനി തെരിപത്തിയത. ഈ നാലാമത്തിൽ അവസാനം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആ കുട്ടിന്റെ ദീനി ബോധം അന്വേഷിക്കുക. അതാണോ എന്റെ സമ്പ്രദായം കേട്ട എന്റെ ആചാരം. ഇസ്ലാമിലെ ആചാരം അതാ. അതിന് ചെയ്താൽ ഒന്ന് തെരിപത്തി യഥാക്കണ കൈ വിജയിച്ചു നടത്തുന്നുണ്ട്. നീ അങ്ങനത്തെ ചെയ്താൽ വിജയിച്ച്, അല്ലെങ്കിൽ നീ നശിച്ച്, ചെയ്യാതിരുന്നാൽ നീ എന്താണ് നശിച്ച് എന്നർത്ഥം. ഈ ഹദീസാണ് ഉച്ചരിക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് നമ്മുടെ ഇടയിൽ ഇന്നും ഇത് തീർന്നിട്ടില്ല. ഞാൻ കുറെ അന്വേഷിച്ച് നോക്കി. ഇപ്പൊ നമ്മുടെ ഇടയിൽ ഒരു MBBS പഠിച്ചൊരു ഡോക്ടർ, നിങ്ങളെ കുട്ടി ഞങ്ങൾ MBBS വരെ പഠിപ്പിച്ച്, അങ്ങനെ MBBS പഠിപ്പിച്ചൊരു ഒരാളെ കൊണ്ട് അസുഖര് പാസ്സായ പെൺകുട്ടിനെ കല്യാണം കഴിച്ചത് ഞാൻ കുറെ അന്വേഷിച്ച് എനിക്ക് കിട്ടിയിട്ടില്ല. നമ്മളെ വിചാരം MBBS പാസ്സായവന് MBBS പാസ്സായ പെണ്ണ്, MBBS പാസ്സായ പെണ്ണിന് MBBS പാസ്സായ ആണ്. ഇങ്ങനെയാണ് നമ്മൾ കുക്കുവായിട്ട് കാണണം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ പെൺകുട്ടികളെ MBBS വരെ പഠിപ്പിച്ചിരിക്കും. എന്നാ പള്ളിയിലെ കുത്തുബോധ പള്ളിയിൽ ഇമാമക്കളെ കുത്തുബോധന ചങ്ങായിക്ക് കെട്ടിച്ചു കൊടുക്കുക. നിങ്ങളെ മകളെ MBBS വരെ പഠിപ്പിച്ച്, എന്നാ MBBS പഠിപ്പിച്ച മകൾക്ക് നിങ്ങൾ കെട്ടന്വേഷിക്കും. അസുഖന് പാസ്സായ കുട്ടിനെ നിങ്ങൾ അന്വേഷിക്കും. വരുവാനായിട്ട് ഖുർആൻ ക്ലാസ്സൊക്കെ നടത്തുക. പള്ളിയിൽ പിടർമിലെ തീർന്നതാണ് വരുവാനായിട്ട് നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങളറിയും ഉപ്പ് കൊടുത്തിട്ടില്ല എന്നറിയും. കാരണം എന്റെ മോളെ MBBS വരെ പഠിപ്പിച്ചതല്ലേ. അപ്പൊ ഇങ്ങനെ കുഫു വെക്കുക. അഫ്ദൽ പാസ്സായി മിമ്പർമലി പള്ളിയിൽ ഇമാമക്രോനെങ്ങനെയാ കുഫു വെക്കുക? കുഫു വെക്കൂല എന്നറിയും. അതായത് എഞ്ചിനീയർ പാസ്സായ ഒരാളാ. നമ്മളെ വിചാരം എരപ്പാളിന്റെ പെൺകുട്ടി എരപ്പാളിന്റെ ആൺകുട്ടിക്ക്, എരപ്പാളിന്റെ വാൺകുട്ടി എരപ്പാളിന്റെ പെൺകുട്ടിക്ക്, മുതലാളിന്റെ പെൺകുട്ടി മുതലാളിന്റെ ആൺകുട്ടിക്ക്, മുതലാളിന്റെ ആൺകുട്ടി മുതലാളിന്റെ പെൺകുട്ടിക്ക്. ഇതാണ് നമ്മളെ കുഫു. വിവാഹത്തിന് ഒരു നമ്മളങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന്. അപ്പൊ ഇതിൽ ഒരിക്കലെന്താ ജോലിയിലുള്ള യോജിപ്പ് അത് ഇസ്ലാമിലില്ല. ഇസ്ലാമിലുള്ള യോജിപ്പ് നിങ്ങളെ മകനങ്ങളെ MBBS അമേരിക്കക്കും കുറഞ്ഞ ഡിഗ്രി പാസ്സായി എങ്കിൽ നിങ്ങളെ മകനെ അന്വേഷിക്കുമ്പോൾ എനിക്ക് വരുന്ന മരുമകള് കുറച്ചൊക്കെ ഖുർആൻ ഓതാൻ പഠിച്ചോളായിരിക്കണം, അർത്ഥമൊക്കെ അറിയണം, കുട്ടിയൊക്കെങ്കിലും ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കണം. കുട്ടികളുണ്ടാവുമ്പോ പഠിച്ചോനെ പഠിച്ച പെൺകുട്ടിയാണെന്ന് നിങ്ങൾ വിചാരിക്കുക? വിചാരിച്ചില്ല. അത് നിങ്ങളെ മകളെ MBBS വരെ പഠിപ്പിച്ച് എനിക്ക് വരുന്ന മരുവാന് കുറച്ച് അള്ളാനെ പേടി, ഖുർആനൊക്കെ ഒന്ന് പഠിച്ചതായിരിക്കണം, പഠിച്ചോനെ പേടിയുള്ളതായിരിക്കണം എന്നന്വേഷിക്കൊല്ല. കാരണം നമ്മൾ ഖുർആനും സുന്നത്തൊക്കെ എത്ര പഠിച്ച് എന്നാലും നമ്മൾ വിചാരിച്ച എന്താ ഈ ജോലിയുള്ള യോജിപ്പ്. ആ യോജിപ്പല്ല. രണ്ടാമത് സുഹൃത്തുക്കളെ തെറ്റിദ്ധരിച്ചത് പ്രായം. റസൂല ബഹുഭാരത്വം സ്വീകരിച്ചതിന്റെ ഒരു രഹസ്യം ഇത് നമ്മളെ പഠിപ്പിക്കലായിരിക്കും. ഇപ്പൊ പെണ്ണിനെ കുറച്ച് വയസ്സ് കൂടി വെച്ചിട്ട് എന്താ കുഴപ്പം? നിങ്ങൾ സർവ്വ മൗര്യമാരങ്ങൾ കൂട്ടുപിടിച്ചോളി, സർവ്വ മുസ്ലിയാക്കന്മാരങ്ങൾ പിടിച്ചോളി. ലക്ഷക്കണക്കിന് സഹാബി ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു സഹാബി പെണ്ണ് അന്വേഷിക്കാൻ പോയപ്പോ വയസ്സ് വെച്ചത് നിങ്ങൾ കാണിച്ചു തരുമോ? വയസ്സ് വെച്ചത് കാണൂല.
അത് പഠിപ്പിക്കാനായിരിക്കാൻ നബി ചിലപ്പോൾ ഒരു ബഹുമാനത്തെ സ്വീകരിച്ച ഒരു രഹസ്യം. കാരണം നബി ഖദീജ ബീവിനെ കിട്ടുമ്പം നബിക്ക് 25 വയസ്സും ഖദീജ ബീവിക്ക് 40 വയസ്സാണ്. ഭാര്യയ്ക്ക് വയസ്സ് കൂടി, ഭർത്താവിന് വയസ്സ് കുറഞ്ഞ്. നബി ആയിഷാ ബീവിനെ കിട്ടി. ആയിഷാ ബീവിനെ കല്യാണം കഴിക്കുമ്പോ ആയിഷാ ബീവിന്റെ ഉപ്പുണ്ടല്ലോ അബൂബക്കറുള്ള അമ്മോശൻ കാക്ക, അമ്മോശൻ കാക്കാനേക്കാൾ 2 വയസ്സിലേക്ക് കൂടുതലാണ്. മരുവനെ അമ്മോശൻ കാക്കാനേക്കാൾ 2 വയസ്സ് കൂടുതൽ. ആയിഷാ ബീവിന്റെ ഉപ്പയായ അബൂബക്കർ സിദ്ദീഖിനേക്കാളും 2 വയസ്സ് കൂടുതലായിരുന്നു നബിക്ക്. അപ്പൊ യോജിപ്പല്ലെങ്കിൽ നബി ആയിഷാ ബീവിനെ കെട്ടാൻ പോവുകയോ? മുഹമ്മദ് നബിയല്ലേ ദീൻ പഠിപ്പിക്കുന്നത്. അപ്പൊ ഭർത്താവിന് കുറച്ച് കൂടുതൽ വയസ്സായി, അല്ലെ ഭാര്യയ്ക്ക് വയസ്സ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവലാതി പറയാൻ പറ്റുമോ? പറ്റൂല. ഇനി പിന്നെ നമ്മൾ ഉണ്ടാക്കാം, പെണ്ണൊക്കെ കാണാൻ പോയിട്ട് പറയും കുട്ടി കുറച്ച് കുള്ളത്തിയാണ്, കുറച്ച് വലിപ്പം കുറവാണെന്ന് അറിയും, അതിനെ കുറച്ച് നീളം കൂടുതലാണെന്ന് അറിയും. ഇതെന്താ പട്ടാസ് കൊണ്ടു കാണാൻ സുഹൃത്തുക്കളെ? അതിനാ നബി സൂദനെ കിട്ടിയത്. നബിനേക്കാൾ 2 ഇരട്ടി ഉയരണ്ടായി സൂദക്ക്. നബിനേക്കാൾ സൂദക്ക്. ഇന്നലെ നബി സൂദനെ കല്യാണം കഴിക്കാണ്. അപ്പൊ ഇതൊന്നും നമ്മൾ എത്ര ഖുർആൻ പഠിച്ചിട്ടും ഒഴിവാക്കാൻ നമുക്ക് സാധിച്ചിക്കണോ? സ്ത്രീധനത്തെക്കാളും നമ്മൾ എതിർക്കേണ്ടത് വയസ്സ് വയ്ക്കണീന. കാരണം നമ്മക്കൊക്കെ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടല്ലോ. പക്ഷെ എന്താ, പെൺകുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാല് പിന്നെ കെട്ടന്വേഷിക്കുമ്പം വയസ്സ് ഇറക്കായി പോവും. ഒരു പിതാവ് സുഹൃത്തുക്കളെ എന്റെ മുമ്പിൽ പൊട്ടിക്കറിഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. എമ്മ വരെ പഠിപ്പിച്ചട്ടോ മോളെ, പല കെട്ടുവന്ന് ആ പറഞ്ഞോള് പഠിച്ചിട്ട് എമ്മ വരെ പഠിച്ചു വെച്ച് പഠിച്ചാലും കെട്ടിച്ചാൽ കെട്ട് മുടങ്ങും പറഞ്ഞിട്ട്. എന്നിട്ട് MA പാസ്സായി കെട്ടന്വേഷിക്കുക. ഡിഗ്രി ഇപ്പം വയസ്സ് ഒഴിക്കൽ ഒരു ഡിഗ്രി ഒഴിക്കുക. ഡിഗ്രി ഒഴിച്ചാൽ പിന്നെ അവന് കൂട്ടാലോ. SLCക്ക് 10, ചേർക്കാൻ 5, 15, PGക്ക് 2, ഡിഗ്രിക്ക് 3, MAക്ക് 2. പഠിച്ചോനെ 22 വയസ്സോ നടക്കൂല എന്നറിയും. സ്ത്രീധനത്തെ എതിർക്കുന്നേക്കാൾ ഉപരി നമ്മൾ എതിർക്കേണ്ട വയസ്സ് വെച്ചില്ല. കാരണം പെൺകുട്ടികൾ കുറച്ചൊക്കെ ഡിഗ്രിയൊക്കെ പാസ്സായി എന്നാൽ കഴിഞ്ഞാല് പിന്നെ സ്ത്രീധനത്തിന്റെ പ്രസക്തി ഉണ്ടാവില്ല. ഇപ്പൊ MBBS പെൺകുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് പേടിയൊന്നുമില്ലല്ലോ. ഡിഗ്രി BEd പഠിപ്പിക്കാൻ പേടിയാ. സ്കൂൾ ജോലി കിട്ടിയില്ലെങ്കിൽ പുയ്യാപ്പിളിയും വരൂല രാജ്യത്ത്. കാരണം MBBS പാസ്സായി കഴിഞ്ഞാൽ പിന്നെ വയസ്സിന്റെ പ്രശ്നമല്ല, ഉന്നത ജോലിയൊക്കെ ഉള്ളതല്ലേ. പിന്നെ എങ്ങനെയാലും പുയ്യാപ്പിള വരും. നേരെ ജോലി സാധ്യത അല്ലാതെ MAക്ക് പഠിപ്പിക്കുകയാണ്, മറ്റീനൊക്കെ പഠിപ്പിക്കുകയാണെങ്കിലോ പേടിയാ. പക്ഷെ ഒരു ജോലിയും കൂടി ഇല്ലെങ്കിൽ പിന്നെ ഇനി വയസ്സ് അധികം ഞാനൊക്കെ പോകുമെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇത് നമ്മളൊന്ന് നിർത്തുക എന്നർത്ഥം. പിന്നുള്ളത് കാര്യമായിട്ട് ഇവിടെ ഉണ്ടോന്നറിയില്ല. ഈ പെണ്ണ് കാണുന്ന സുഹൃത്തുക്കളെ തെറ്റിദ്ധരിച്ചതാ. പെണ്ണ് കാണുന്നത് ഈ സൗന്ദര്യം നോക്കാനല്ല. സൗന്ദര്യം നോക്കാനല്ല. ഇത് സൗന്ദര്യം നോക്കി കെട്ടരുതെന്നും പറയാം. പിന്നെ സൗന്ദര്യം നോക്കാൻ വേണ്ടി പെണ്ണും കൂടി കാണാൻ പോകാൻ പറയാൻ പറ്റുമോ? അപ്പൊ ഇസ്ലാം വൈരുദ്ധ്യാധിഷ്ഠിത മതമില്ലേ? ഈ പെണ്ണ് കാണുന്നത് സൗന്ദര്യം നോക്കാനാണ് നബി പറഞ്ഞതെങ്കിൽ ഖുർആനും സുന്നത്തും വരെ സൗന്ദര്യം നോക്കരുത്. നബി പ്രത്യേകം പറഞ്ഞ സൗന്ദര്യം നോക്കി നിങ്ങൾ കെട്ടരുത്. അങ്ങനെ തന്നെ അറിയുന്നുണ്ട്. ആ സൗന്ദര്യം അവളെ നശിപ്പിച്ചെന്ന് വരുമെന്ന് അറിഞ്ഞു. ആ പെണ്ണ് കാണാൻ പോണത് ഈ സൗന്ദര്യം നോക്കാനല്ല. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് ദമ്പതിമാരുടെ ഇടയിൽ പരിചയം ഉണ്ടാകുക. അതിന് പുറമെ ചിലത് പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയേണ്ടെങ്കിൽ പറയും ചെയ്യാം. ഉദാഹരണ പെൺകുട്ടിക്ക് നിക്കാഹിന്റെ വേളയിൽ തന്നെ പറയാം, എന്നെങ്ങൾ കിട്ടിയാൽ വേറെ പെണ്ണിട്ടാൻ പാടില്ല, അത് വ്യവസ്ഥ തന്നെ വെക്കാന്ന. നബിന്റെ മകള് സൈനബൂനെ നബി കെട്ടിച്ചുകൊടുത്ത്. കെട്ടിച്ചപ്പോ നബി അബൂ ഹാസിനോട് പറഞ്ഞ് വേറെ വിവാഹം നീ ചെയ്യാൻ പാടില്ല എന്ന് വ്യവസ്ഥയ്ക്ക്. അബൂ ഹാസി മരിക്കുന്നത് വരേക്കും ആ വ്യവസ്ഥ പാലിച്ച്. നബി പ്രശംസിച്ച് അദ്ദേഹത്തെ. അന്യമ്മ വേറെ പെണ്ണെത്താൻ ശ്രമിച്ച് ഫാത്തിമ ബീവി ഉണ്ടാവുമ്പോ അപ്പൊ നബി എടുത്തു പറഞ്ഞ്
എന്റെ മകൾ സൈനബിനെ അബുലാസിക്ക് എത്തിച്ചിട്ടുണ്ട്. അബുലാസി ചേട്ടനും കൂടി ക്രിസ്ത്യാനും കൂടി അതിലേട്ടോ അവസാനം മുസ്ലിമായത്. എന്നിട്ട് വരെ അലി രണ്ടാം പെണ്ണ് കെട്ടാൻ മുന്നോട്ട് വന്നപ്പോ നബി പറഞ്ഞു, ഓ അബുലാസിന്റെ മാന്യത വരെ അലി പാലിച്ചില്ലല്ലോ. ബുഹാരിയുള്ളതാ. അബുലാസിക്ക് ഞാൻ അങ്ങനെ വ്യവസ്ഥ വെച്ച് വേറെ എന്റെ മകളെ കല്യാണം കഴിച്ച വേറെ പെണ്ണെത്താൻ പല പാലിച്ചെന്ന് അറിഞ്ഞ്. അപ്പൊ അങ്ങനെ പെണ്ണിന് വേണമെങ്കിൽ വ്യവസ്ഥ വെക്കാം. അയാളോട് പറയാം, ആ കല്യാണം കഴിച്ചോളി, പക്ഷേ വേറെ പെണ്ണെത്താൻ പറ്റില്ലട്ടോ. അല്ലെ വീട് ഞാൻ ഇവിടെ തന്നെ നിൽക്കും, നിങ്ങളെ വീട്ടിൽ നാട്ടിക്ക് വരൂല, നിങ്ങൾ പുയ്യാപ്പിലേക്ക് ഇങ്ങോട്ട് വരേണ്ടി വരും, അവൻ പെണ്ണിന് വെക്കാം. അത് ഉമ്മറിന്റെ കാലത്ത് അങ്ങനെ പെണ്ണ് വെച്ച് പിന്നെ മൂപ്പർക്ക് വീട് മാറണം, നാട് മാറണം. ഉമ്മറിന് പറ്റൂല എന്നറിഞ്ഞ് വിവാഹ പെണ്ണ് അങ്ങനെ പെണ്ണ് വ്യവസ്ഥ പറഞ്ഞിക്കണോ, വീടിന് നാടും ഇവിടെ എന്റെ വീട്ടിൽ താമസിക്കണം, എന്നാ മാറ്റാൻ പറ്റൂല. ഇനി പുരുഷനും ചിലതൊക്കെ പറയേണ്ടി വരും. ജോലിയുള്ള പെണ്ണാണെങ്കിൽ ഈ ജോലിക്ക് പോലെ നൃത്തം ചെയ്ത് ഞാൻ കിട്ടിയാലട്ടോ, അതിന് ചെയ്യാറുണ്ടോ, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഓനും വേണമെങ്കിൽ അവസ്ഥ ചോദിക്കാം. അപ്പൊ അതിന് വേണ്ടി വെച്ചതാണ് എന്നർത്ഥം. അതുകൊണ്ട് ഞാൻ സ്നേഹിതന്മാരെ, ഇസ്ലാമില് ഒരിക്കലും മരൻ പെണ്ണാണാൻ പോകുക എന്നല്ലാതെ ബാപ്പക്ക് വരെ അവകാശമല്ല പെണ്ണാണാൻ പോകാം. നിങ്ങളൊരു ഒറ്റ സംഭവം പറയുന്നത് സർവ പുരോഹിതന്മാരങ്ങൾ പിടിച്ചോളി. ഏതെങ്കിലും ഒരു സഹാബി കല്യാണം നിശ്ചയിച്ചപ്പോ ആ സഹാബിന്റെ ഉമ്മയും ഉപ്പയും പോയി പെണ്ണണ്ട സംഭവിക്കലും ആ സഹാബി പോയത് കണ്ടത് ചിലപ്പം കാണും എന്നല്ലാതെ ആ സഹാബി വര്യന്റെ പിതാവ് പെണ്ണ് കാണാൻ പോയി, ഉമ്മ പെണ്ണ് കാണാൻ പോയത് കാണൂല. ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയങ്ങള്, ആദ്യം ഓനൊരു തെറ്റും വരിക, ഇവന് മാത്രമേ അവകാശമുള്ളൂ കേട്ടോ, വരന് മാത്രം ഒരു സെറ്റ് വരിക. എന്റെ നാട്ടിൽ കാര്യമായിട്ട് ഈ ഡ്രൈവർമാരും കണ്ടക്ടർമാരൊക്കെ പോവുക, ഓലെയാണ് കൊണ്ടുപോകും. ഓൽക്കെന്തെങ്കിലും പ്രത്യേകം ഡിഗ്രി ഉണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. പെണ്ണ് കാണാൻ പോകുമ്പോൾ കൊണ്ടുപോകും, കൂടെ ഡ്രൈവർമാരും കണ്ടക്ടർമാരും കൊണ്ടുപോകും. എന്നിട്ട് ഓൻ കണ്ടിട്ട് പോകുന്നത് തരക്കേടില്ലാന്ന് അറിയും. പിന്നെ തള്ളിയും തന്തിയൊക്കെ ഒന്നായിട്ട് പോവുക. ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ ഈ തേയിനാണൊരു ജീവിയുണ്ട്, ആ ഒന്ന് വന്നാൽ പിന്നെ ഏണം വരുന്ന ഒരു ഒന്നിനെ തച്ചു വന്നാല് വീട്ടിലൊക്കെ ഉള്ളേ. എന്നിട്ട് അവസാനം ചിലപ്പോ മൂന്നാമത്തെ പാർട്ടി വന്നിട്ട് പറയും ഒരു കത്തും വരും. പുയ്യാപ്പൊക്കെ തൃപ്തിയായിട്ടോ. പിന്നെ കാണാം എന്റെ ഉപ്പാന്റെ അഞ്ചന്റെ നാത്തൂന്റെ കുട്ടിന്റെ കുട്ടിക്ക് തൃപ്തിയായിട്ടില്ല, അതുകൊണ്ട് ഇത് നടക്കൂല. ഇതാണ് അവസ്ഥ. ആര് പറഞ്ഞത്? ഇസ്ലാമിന് ഇത് ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ പുരോഗമിച്ചിട്ട് നമുക്ക് നിർത്താൻ സാധിച്ചിട്ടില്ല. അത് അങ്ങനെ 4-5 പാർട്ടി ചേരി ഇറങ്ങി പറ്റൂല എന്ന് പറഞ്ഞ പെൺകുട്ടിന്റെ മനസ്സ് തകരയല്ലേ, കൊള്ളൂല എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് മാറ്റി മറിക്കാൻ ഒന്ന് ശ്രമിക്കണം എന്നർത്ഥം. ഖുർആനും സുന്നത്തും കുറെ നമ്മൾ പഠിക്കാൻ തുടങ്ങിച്ചു. നിങ്ങൾ പറയുന്ന മകൻ പെണ്ണിട്ടുണ്ടെങ്കിൽ മോനെ അനക്ക് വേണമെങ്കിൽ പോയിക്കട്ടോ, നീ പോകുമ്പോ മോനെ ആ ശാരീരിക സൗന്ദര്യമല്ല നോക്കേണ്ടതട്ടോ. ഇത് പ്രത്യേകം പറയും, ഇയാക്കുവാ കുളറാവും തിമനി യുവാക്കന്മാരോട് പറയും നിങ്ങൾ പെണ്ണാണാൻ പോകുക കേട്ടോ, ഇത് പോവുക. എന്നാ കുപ്പത്തൊട്ടിയിൽ വളർന്ന സസ്യത്തെ സൂക്ഷിക്കണം കേട്ടോ. ആ കുപ്പത്തൊട്ടിയിൽ വളർന്ന സസ്യത്തിന് നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. നമ്മൾ നനച്ചുണ്ടാക്കിന് അത്ര ഭംഗി ഉണ്ടല്ലോ, പടുവ മുളക്കുക എന്നറിയില്ലേ. ഈ പടുവ മുളച്ചുണ്ടാകല് കുപ്പത്തൊട്ടിയിൽ വളർന്ന് നല്ല ഭംഗി ഉണ്ടാവും. അപ്പൊ റസൂല പറയും നിങ്ങൾ ശാരീരിക സൗന്ദര്യമല്ല നോക്കേണ്ടത് കേട്ടോ, മാനസിക സൗന്ദര്യ. അപ്പൊ നിങ്ങളെ മകനോട് പറയാം, മോനെ അനക്ക് അതിന് അവകാശമുള്ളൂ, ബാപ്പായ എനിക്ക് അവകാശമല്ല. അനക്ക് തൃപ്പതിയാണോ ഇതായിക്കോ. അപ്പൊ അത് തൃപ്പതി നോക്കേണ്ടത് ആ കുട്ടിയുടെ ദീനീ ബോധം അന്വേഷിക്കുക, ധാർമ്മിക ബോധം അന്വേഷിക്കുക. ഇത് ആ കുട്ടീന്റെ എന്തല്ല ശാരീരിക സൗന്ദര്യക്കല്ല മോനെ നോക്കേണ്ടത്. ഇത് വിശ്വസിച്ച മുഹമ്മദ് നബിയിലല്ലേ. മുഹമ്മദ് നബി മോനെ പറഞ്ഞത് ഇങ്ങനെയല്ല സൗന്ദര്യം നോക്കരുത് എന്ന്. ഇത് പെണ്ണാണാൻ പോണത് നീളം നോക്കാനും ശരീര സൗന്ദര്യം നോക്കാനുമല്ല. കിടപ്പറയ്ക്ക് കയറുന്ന മുമ്പെന്നൊരു ധാരണ എന്താണ് നല്ലതല്ലോ, ആണാണല്ലോ, ഒരു പരിചയം എന്താണത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനൊക്കെ പറയണമെങ്കിൽ പറയാനോ മോന്, അതിന് വേണ്ടിയിട്ടാ പോയിക്കോന്നറിയാം. തൃപ്പതിപ്പെട്ട് അന്വേഷണമൊക്കെ ശരിയായി നടത്താം. നിങ്ങളെ മാലിനെ വരെ നിങ്ങൾക്ക് ഇവിടെ അവകാശമല്ല. പിന്നെ അടി ഇതൊന്ന് പോയി നോക്ക്,
കുട്ടി എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്ക്. തൊള്ളിയിൽ പല്ല് മുഴുവുണ്ടോ, പൊന്തത്തിയാണോ പല്ല്, നീളം കുറച്ച് ഊറോ കുറഞ്ഞിക്കണോ എന്നൊക്കെ നോക്കാനിട്ട് വിടുക. ഏത് ഇസ്ലാമായിട്ട ബന്ധം, ഏത് ആചാരമായിട്ട ബന്ധം? ഒരു ബന്ധമില്ല സുഹൃത്തുക്കളെ. ഏത് ഇസ്ലാമായിട്ട ബന്ധം, ഏത് ആചാരമായിട്ട ബന്ധം? ഒരു ബന്ധമില്ല സുഹൃത്തുക്കളെ. അപ്പൊ ഇതിനൊന്നും നമ്മൾ എന്തൊരു തീരുമാനം നമ്മൾ എടുക്കുക എന്നർത്ഥം. അത് നിർത്തലാക്കാൻ നമ്മൾ ശ്രമിക്കുക. ഈ കുറ്റം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. നിങ്ങളെ മകന് MBBS പഠിച്ചത്, MBBS അമേരിക്കയിൽ വേറൊരു ഡിഗ്രിയുണ്ട്. മരുമകള് അഫ്ദലുലമ പാസ്സായതാ. അഫ്ദലുലമ പാസ്സായത് നന്നായിക്കോണമെന്നില്ല, അത് ഞാൻ പറയുന്നില്ല. ധാർമ്മിക ബോധം എന്താണ്, ദീനി ബോധം എന്താണ്? എങ്കിലും കുസൂത്ത് യോജിപ്പായി നിങ്ങളെ മകളെ MBBS പാസ്സാക്കി മരുമകനെ തെരഞ്ഞെടുക്കുക. പള്ളിയിലെ ഇമാമിനെ ഞങ്ങൾ മരുമകനായി തെരഞ്ഞെടുത്തത്. പള്ളിയിലെ ഇമാക്കൾ മുമ്പർമ്മ തീരുമാനെ കുഫൂത്ത്, ഇസ്ലാം പറഞ്ഞ കുഫൂത്ത്, നാട്ടിലെ കുഫുവല്ല. നേരെ മാറ്റി മരുമകനെ തെരഞ്ഞെടുത്ത് MBBS ഡിഗ്രി ഉണ്ട്. പല കുട്ടിയെത്താത്തവനാ നിങ്ങളെ മരുമകൻ MBBS ഉണ്ട്, പറഞ്ഞ് ഇതുണ്ട്. നിങ്ങളെ മോളെ MBBS ഉള്ളൂ, മരുമകന് MBBS ഉണ്ട്, മറ്റേ ഡിഗ്രി ഉണ്ട്, അമേരിക്കയിലെ പോയത്. ശരിക്കും പഠിച്ചവരെ പോയില്ല, നിശ്ചയിച്ചില്ലെങ്കിലോ കുഫൂത്തില്ല. വയസ്സ് കൂടി ഇല്ല. നിങ്ങളെ മോൾക്ക് 20 വയസ്സ്, കുഞ്ഞാപ്പൾക്ക് 50 വയസ്സ്. കുഫൂത്ത് ഇപ്പോഴത്തെ പ്രശ്നമല്ലാന്ന് ഇസ്ലാമിക കുഫൂത്ത് എന്നർത്ഥം. അപ്പൊ ഈ കുഫുവ് യോജിക്കുക എന്നുള്ളത് ഒന്നും നമ്മക്കതിനെ മാറ്റിമറിക്കാൻ സാധിക്കത്തില്ല. അതിലൊക്കെ അപകടം നമ്മളെ ഖുർആനും ഓതിയ അടിയിൽ തന്നെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് നിർത്തലാക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നർത്ഥം. അതിനാ വിഷയം പറഞ്ഞത്. ഈ പെണ്ണുകാലത്ത് എത്രത്തോളം വിജലമായിട്ടുണ്ട് എന്നറിയങ്ങൾ. എനിക്കറിയപ്പോ എന്തൊരു പെണ്ണുങ്ങൾ ജമീല ടീച്ചേഴ്സ് അറിയും. ഓർക്കൊരു കുട്ടിക്ക് പെണ്ണാണാൻ വന്ന് ആദ്യം ഓനൊരു 4-5 ആളും വന്നിട്ടോ. അഫുദല് പഠിച്ചോണ്ട് തന്നെയാ അഫുദലും പഠിച്ചിരുന്നത്. ഓനായി ചെയ്തത് ഓൻ നല്ലോണം തിന്നു പോയി, കോഴിയൊക്കെ തിന്ന്. പിന്നെ അവൻ പറഞ്ഞു ഉമ്മാക്കുപ്പാക്കും വരണം എന്ന് പറഞ്ഞ് ഇനി ഇപ്പൊരു ജീപ്പിൽ വന്ന് ഒരു നല്ലോണം തിന്നു പോയി. പിന്നെ മൂന്നാമത്തെ ഒരു പാർട്ടിയാ, കുറച്ച് ബന്ധുക്കൾക്ക് കാണുന്നുണ്ടെന്നാ. അങ്ങനെ മൂന്നാമത്തെ പാർട്ടി ജീപ്പ് നിറയെ വന്നു, ഒരു നല്ലോണം തിന്നുപോയി. എന്നിട്ടൊരു കത്ത് വന്ന് ഇന്ന അകലുണ്ടോ പറഞ്ഞ ആസൂര് 5ന്റെ കുട്ടീന്റെ കുട്ടിയോ മോൾക്ക് തിരിച്ചിട്ടില്ല, അതുകൊണ്ട് വിവാഹം നടക്കൂല എന്നുണ്ട്. ഞാൻ ഓരോ കുറിച്ച ചീത്ത അറിഞ്ഞ്, എടാ നമുക്ക് ജാസുമിന് പഠിച്ചവനാണല്ലോ, നിങ്ങൾക്ക് അത് ചെയ്തത് ഇങ്ങനെ ചെയ്യരുത്. ഇസ്ലാമിക്ക് ബന്ധമുണ്ടോ? ഇത് എവിടുന്നാ ഇസ്ലാമതം പഠിച്ചത് ചോദിച്ചു കുറെ വിട്ടു ഇന്ത്യന്റെ വന്ന്. അപ്പൊ ഇതൊക്കെ നമ്മളെ പഠിച്ച ഖുർആനും സുന്നത്തൊക്കെ പഠിച്ച് നമ്മളെ അടിയിൽ വരെ നടക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പൊ അതൊക്കെ ഒന്ന് കയ്യൊന്ന് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അത് ഏത് രംഗാണെങ്കിലും വിവാഹം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഭൗതിക വിഷയമല്ല. അത് നിക്കാഹിന്റെ സുന്നത്തിയില്ല, വിവാഹം എന്റെ ശരിയാണ്. അവൻ വിവാഹത്തിൽ നിസ്കാരത്തിന് ഒരു രൂപം പഠിപ്പിച്ചെന്ന മാതിരി എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ കയ്യെട്ടണം, എങ്ങനെ സുജൂദ് ചെയ്യണം, അങ്ങനെ പഠിപ്പിച്ചെന്ന മാതിരി നിക്കാഹിന്റെ രീതി പഠിപ്പിച്ചെന്നിട്ട് എങ്ങനെ പെണ്ണ് കാണാൻ പോകണം, എങ്ങനെ യോജിക്കണം, എങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഇതൊക്കെ. നിങ്ങളെ മകളെ നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കുമ്പം പർച്ചോൺ ധരിച്ചാ പർദ്ദ ധരിച്ച് ഇറക്കല്ലേ നിങ്ങൾക്ക് നല്ലത്. അങ്ങനെ നിങ്ങൾ വിചാരിച്ചല്ലേ വേണ്ടത്. കാരണം എത്രയോ പെൺകുട്ടികൾ വീട് നടത്തി നിൽക്കുക, മരോൻ വരുന്നില്ല. എന്റെ മോൾക്ക് മരോൻ വന്ന് ഈ ആ ആണിച്ചട ഇറങ്ങുന്ന അവസരത്തിൽ പർച്ചോണം ചെറുപ്പത്തില്ലാത്തൊരു വസ്ത്രദാനം ഉണ്ടാകരുത്. ആ പർദ്ദ ധരിച്ചിട്ട് മുഖമൊക്കെ ഈ പർദ്ദ വെച്ച് ഇറങ്ങിക്ക മോളെ. കാരണം ഇത് വെച്ച് കെട്ടി പോണ്ട. കാരണം ഇത് പുയ്യാപ്പളുടെ വീട്ടിൽ എത്തിന് അവിടെ എത്തുന്ന മുമ്പ് പർച്ചോൺ ചെയ്യാൻ പഠിപ്പിച്ചെന്ന് വരും. പുയ്യാപ്പളക്കുപ്പായിട്ടുമ്പോഴല്ലേ വീട് പറഞ്ഞ് മറ്റും മൂവാറ്റുപേര് കൊല്ലം മുമ്പിലുണ്ടായില്ലേ, പുയ്യാപ്പളക്കുപ്പായ ഇടുക വീട് പറഞ്ഞ് മരിച്ച്. ആ പർച്ചോൺ വിചാരിച്ച അത്രയേ ഉള്ളൂ. ആ നിങ്ങൾ പുയ്യാപ്പള ഇറങ്ങുന്ന അവസരത്തിൽ പർച്ചോൺ പറഞ്ഞ മാതിരി മതി. ഒരു തൃപ്പതില്ലാ കളിക്കാൻ പുയ്യാപ്പള ഇറങ്ങണ്ട.
അങ്ങനെ വെച്ചോട് നമുക്ക് അത് വെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല. അവിടെ എല്ലാ സമുദായത്തിനും ആചാരത്തിൽ ആ ആചാരം മുഴുവൻ നമുക്ക് വാരിപ്പുണരണം. എന്നാൽ നമ്മളത് മറ്റോനെ കണ്ടെടുക്കണില്ലല്ലോ. ഈ കൗമിന് തീരെ ചിന്തല്ലേ നമ്മളെ കൗമിലെ. ഓണം വരുമ്പോഴേക്കും ദേശീയോത്സവല്ലേ എന്നാ പൊക്കിട്ടാണ് കുറ്റത്ത് പൂവ്. നമ്മളെ കാടിയിൽ മുസൽമാന്റെ കാടിയിൽ നക്ഷത്രം ക്രിസ്തുമസ് വന്നാല് മതസഹിഷ്ണുതേ നിക്കാഹിന്റെ കുത്തുബ നല്ലൊരു സദസ്സല്ല. അപ്പൊ ഈ ക്യാമ്പിൽ നിങ്ങളല്ലേ കേൾക്കുന്നത്. നിക്കാഹിന്റെ വേളയിൽ എന്ത് ഹിന്ദുക്കളുണ്ടാവും, പല ജാതികളുണ്ടാവൂലേ. ഇസ്ലാമിനെ കുറിച്ച് കാര്യമായിട്ട് തെറ്റിദ്ധരിച്ച വിഷയം എന്താ? വിവാഹ 4 പെണ്ണെത്താൻ കണ്ടമാനം പറഞ്ഞ മതം, തലാഖെല്ലാം പറഞ്ഞ മതം. അതൊക്കെ പറയുന്ന വിമർശകന്മാരുണ്ടാവും. എന്താ ഞമ്മക്ക് 1.5 മണിക്കൂറെങ്കിലും സുന്യാളം ചെയ്ത് അറബിയിൽ കുത്തുകയാക്കി ഒരു കുടുകുടു എന്നറിയും. ആർക്കൊന്നും തിരിയില്ല. ഞമ്മക്ക് മലയാളത്തിൽ തന്നെ വേണം. എന്നാലും 1.5 മണിക്കൂർ സമയം കണ്ടെത്താൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ. ഇപ്പൊ ഞാന് കഴിഞ്ഞൊരു മാസം മുമ്പ് നിക്കാഹിന് കുത്തുബ ജാമ്യന് ലീവ് വരെ എടുത്ത് പോയതാണ് കേട്ടോ. ഞാൻ ആ കുത്തുബക്ക് ശേഷം നിക്കാഹിന്റെ കുത്തുബക്ക് പോകില്ലാന്ന് സത്യം ചെയ്തെത്തുക. ലീവ് എടുത്തുങ്ങാണ്ട് കോളേജിൽ വരെ ലീവ് എടുത്തു പോയി. അപ്പൊ നിലമ്പൂര് വെച്ച് നല്ലൊരു സദസ്, അച്ഛന്മാരുണ്ട്, ഹിന്ദുക്കളുണ്ട്, എല്ലാം ഉണ്ട്. നല്ലൊരു സദസ്. എന്നോട് പറഞ്ഞ് 1/2 മണിക്കൂർ നേരം കുത്തുബ നമുക്ക് നിർവഹിക്കും വേണമെന്ന് അറിഞ്ഞു. ഞാൻ പോയി ചെന്ന് നോക്കുമ്പോ എന്തായാലുണ്ടോ എത്ര കാറാമുറ്റത്ത് നിന്നറിയങ്ങൾ എന്തെല്ലാം സംവിധാനം. പക്ഷേ സ്പീക്കർ വാങ്ങിയിട്ടില്ല. ലോഡ് സ്പീക്കർ ബഹളം കൊണ്ട് ബഹളം, കുട്ടു ഒച്ചിങ്കൊലി. തുടങ്ങാൻ നേരത്തെ പറഞ്ഞ 10 മിനിറ്റ് മതി മൗലവി എന്നും പറഞ്ഞു. ഞാൻ 2 മിനിറ്റ് കൊണ്ട് നിർത്തി കുത്തുക. ഒറ്റ പോക്ക് പോരും ചെയ്ത് ബസ് ചാർജ് കൂടി വാങ്ങാൻ നിന്നിട്ടില്ല. നിങ്ങളെ ബസ് ചാർജും വേണ്ടെന്ന് അറിഞ്ഞ് നമുക്ക് വരെ അങ്ങോട്ട് തരാമെന്ന് അറിഞ്ഞ്. നിങ്ങൾ അരപ്പാളികളല്ലേ സ്പീക്കർ വെച്ചിട്ടില്ലല്ലോ എന്ന് അറിഞ്ഞ്. അപ്പൊ നമ്മള് കേവലം ചടങ്ങാക്കി എന്നർത്ഥം. നമുക്ക് മലയാളത്തിലൊക്കെ വേണം, വലിയ മൗലവിനെ കിട്ടും വേണം. പക്ഷെ ഒരു സ്പീക്കർ നമ്മൾ വാങ്ങിക്കൂല. എന്തൊരു സ്പീക്കർ ഉണ്ടാവും, ഒച്ചും പുള്ളിയെങ്കിലും നിൽക്കൂല. അപ്പൊ ബയലോട് കേൾക്കുമ്പോ നിൽക്കുമല്ലോ, മറ്റേ സംസാരം നിൽക്കുവോ? കല്യാണ പന്തലില് പലതിനും നമുക്ക് പൈസ ചെലവാക്കാം. പക്ഷെ നിക്കാഹിനോടനുബന്ധിച്ച് സ്പീക്കർ വാങ്ങാൻ നമുക്കില്ല. പലതിനും ഇല്ലാത്തിന് ധാരാളം സമയം പുയാപ്പണ്ണ തേടി വരാൻ ഇസ്ലാമിലില്ല. ഒരാൾ പോയാൽ മതിയല്ലോ. പുതിയതിനെ തേടി വരികയൊന്നുമില്ല. പുതുക്കം പോകൽ ഇസ്ലാമിലുണ്ട്. പുതുക്കം പോകലുണ്ട്. അത് ഇങ്ങനെ കോഴിക്കോടാണ് അതിന്റെ ആവശ്യമില്ല. ഒരു വെച്ചെത്താൻ വേണ്ടിയിട്ട് പോണപ്പോൾ കോഴിങ്ങാട് പിന്നെ പിറ്റേ അപ്പത്തിനോട് കൊണ്ടും വരുവോടെ. ഇസ്ലാമിന് പുതുക്കണ്ട് വരന്റെ വീട്ടിൽ കൊണ്ടുവന്നാണ്. അപ്പൊ നബിമാൻ ആയിഷാബിനോട് ആയിഷ പാട്ടൊക്കെ പാടിങ്ങാണ്ട് അനുസരിച്ച് കൊണ്ടുപോയിക്കോളിയോടെ ഭർത്താവിന്റെ റൂമിക്ക് എന്നറിഞ്ഞു, വീട്ടിക്ക് എന്നറിഞ്ഞു. കാരണം വരന്റെ വീട്ടിക്ക് കൊണ്ടുവരല്ലേ. അപ്പൊ മാനും ബാപ്പാനെ ഉപേക്ഷിച്ച് പോവുകയല്ലേ. വേദന ഉണ്ടാവും പെൺകുട്ടിക്ക്. അപ്പൊ വേദന ഇല്ലാകാൻ പരിചയക്കാരൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യുക, പാട്ടൊക്കെ പാടിയിട്ട് പുതുക്കം കൊണ്ടുപോകാൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്തിനാ പുതുക്കത്തിന്റെ ആവശ്യം? പിന്നെ അതിനാര് സമയം ഉണ്ടാക്കണങ്ങൾ? അതിനേക്ക് സമയം നീക്കിയേക്കാം. ഒലേ പുതുക്കം കേട്ടോ. പ്രസംഗം 10 മിനിറ്റ് മൗലവിയെ. ഇവിടെ വയസ്സന്മാര് കുറെ വയസ്സന്മാരുണ്ടാവുമല്ലോ. ഇവർക്കറിയാലോ അപ്പൊ ആരാ നിക്കാഹ് ചെയ്തതെന്ന്. കാരണം നിക്കാഹിന്റെ കുത്തുബക്ക് നബി പറഞ്ഞ കുത്തുബത്തുൽ ഹാജാണ്, ആവശ്യത്തിന്റെ പ്രസംഗമാണ് നബി പറഞ്ഞത്. കാരണം ഈ ക്യാമ്പ് ചിലപ്പോൾ ഒരാഴ്ച ഞാൻ ഈ ക്യാമ്പിലെ സംസാരങ്ങൾ ചിലപ്പോൾ ഒരു മാസത്തിനുള്ളിൽ മറന്നു വരും. ഞാൻ എന്താ പറഞ്ഞത്? പക്ഷെ വിവാഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? നിങ്ങളുടെ ജീവിതത്തിലെ പകുതി സംഭവമാണ്. അപ്പൊ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്ത മൗലവി നിങ്ങളെപ്പം മനസ്സിലുണ്ടാവും. ഇന്നോണം നിൽക്കുക, ആ ഉപദേശം മനസ്സിൽ തറച്ചുക്കും. അപ്പൊ നിക്കാഹിന്റെ വേളയിൽ നൽകുന്ന ഉപദേശം ഉണ്ടല്ലോ, ആണും പെണ്ണും നൽകുന്ന ഉപദേശം, അതൊരിക്കലും മറക്കൂല. ഈ പെണ്ണാണെങ്കിലോ കുത്തുബ കേൾക്കൂല കേട്ടോ. ഓള് വേറെ എവിടെയെങ്കിലും ഓള് ചെങ്ങാഴ്ചന്റെ അടിയിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞ് കുത്തിരിക്കുക. ഓളെ നിക്കാഹ് ഇവിടെ നടക്കുക. ഓളിതിലൊന്നും പങ്കില്ലേ. ഓളെ നിക്കാഹ് ഇവിടെ നടക്കുമ്പം ആരാന പങ്ക്? ആരങ്ങനെ കേട്ട് കുത്തിരിക്കുക. കുത്തുബ കുശുവോടുകൂടി ഇത് കേൾക്കേണ്ട ഓളോ? ഓള് വേറെ എവിടെയോ ചോദ്യങ്ങൾ പോണ പോക്ക്. അപ്പൊ ഇതൊക്കെ നമ്മളൊരു ആചാരാക്കരുത് നിങ്ങളർത്ഥം. അതിനായി നിക്കാഹിന്റെ കുത്തുബക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തേണ്ടത്. അതിന് ഞങ്ങൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. അല്ല പുതുക്കം പോണിലും പുയാപ്പള വീട്ടിലും പുതിയലിനെ കൊണ്ടുപോകണമെന്നല്ല.
നബി പറഞ്ഞ ആചാരം നിക്കാനോട് അനുബന്ധി പറഞ്ഞ ആചാരത ഇത് നല്ലൊരു കുത്തുമ ആ കുടുംബ ജീവിതത്തിൽ വരലും വാതുമൊക്കെ ഉണ്ടാക്കണ ആ മര്യാദകൾ ഇതൊക്കെ പാലിച്ചിലൊരു കുത്തുമ നിർവഹിക്കുക. പക്ഷെ അത് നമ്മളിലേക്ക് അധികപ്പറ്റ നമുക്കൊരു അധികപ്പറ്റാണത്, മറ്റൊന്നും അധികപ്പറ്റല്ല. അപ്പൊ ഈ പരമാവധി എന്ത് ചെയ്യാം, ഈ സമ്പ്രദായങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിന് ടൈമും സമയമൊക്കെ ചെലവ് നിർത്തലാക്കുക. അതിന് വെറുതെ നമ്മളെ സമയം ചെലവേണം, വിലപ്പെട്ട സമയം. അതിന് വെറുതെ നമ്മൾ പൈസ ചെലവാക്കണം. നിക്കാഹിന്റെ കുത്തും എല്ലാവരും കേൾക്കുന്ന സ്പീക്കറുകൾ വാങ്ങിയതിന് പൈസ അടുത്തൊന്ന് പുണ്യം കിട്ടുകയാണ്. ഞങ്ങൾക്ക് മാല വാങ്ങാനും മാലയൊക്കെ വാങ്ങുന്ന എതി പുയാപ്പ ഇറങ്ങിയ സുഹൃത്തുക്കളെ ജീവന തുല്യം മുത്തുനബിയുടെ സഹാബത്ത് ജീവിതാക്കിന് മാല നബി കിട്ടുകൊടുത്തോ? പുയാപ്പള എത്ര പുയാപ്പള നബി ഇറങ്ങിയിരിക്കുന്നത്? അബൂബക്കർ ഉമറും പുയാപ്പള ഇറങ്ങിയില്ലേ? ആരെങ്കിലും മാല കൊണ്ടേ കഴിച്ചില്ല? അന്ന് മാലല്ലേ, പുതിയതൊന്നുമല്ലല്ലോ മാല. ബൊക്ക കൊണ്ടേ കൊടുത്തോ? ചെറുത് കടന്നുകൂടി ബൊക്കയും ഒൽപ്പാറൊക്കെ നബിനെ സഹാബത്ത് എത്രത്തോളം ഇതാക്കിയതാ. അപ്പൊ മാലയിട്ട് വരുമ്പം പറയാ, നിങ്ങൾ ഞാൻ മുഹമ്മദ് നബിന്റെ കഴുത്തിൽ പുയാപ്പള മാല ഇട്ടിട്ടില്ല, അബൂബക്കറിന്റെ കഴുത്തിലിട്ടിട്ടില്ല, അലിയാരുടെ കഴുത്തിലിട്ടിട്ടില്ല, ഓനേക്കാളൊന്നും വല്യോനല്ലല്ലോ ഞാൻ, നിങ്ങൾ അവിടെ വെച്ചാലിന്നറിയാം. ഈ പൊക്കിയും വേണ്ട, ഒന്നും വേണ്ട അറിയാം. ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുന്നാണ്ട് ഒരു പക്ഷേ ഞാൻ ഭാര്യന്റെ വീട്ടിൽ എത്ര വീട് പറഞ്ഞ് മരിച്ചത് വരും പഠിച്ചാൻ വിചാരിച്ചാല്. അതുകൊണ്ട് പരമാവധി ഞാൻ അള്ളാന്റെ തൃപ്പതി നേടാൻ നിങ്ങളെ ഫ്രണ്ടിന്റെ തൃപ്പതിയല്ല എനിക്ക് വലുത്, സഹോദരന്മാരുടെ തൃപ്പതിയല്ല. തൃപ്പതി ഉണ്ടാവില്ലല്ലോ, എന്താ തൃപ്പതി? എനിക്കെന്റെ ഫ്രണ്ടിന്റെ സഹോദരന്റെ തൃപ്പതിയല്ല, അമുസ്ലിമിന്റെ തൃപ്പതി. അമുസ്ലിം ആലേക്ക് വരികയാണ് വെക്കാൻ പറയാ, ഞാൻ വെച്ചാലിന്നറിയാം. എന്താ മുസ്ലിം ആലി വെച്ചിട്ട്? എനിക്ക് അള്ളാന്റെ തൃപ്പതിയാണ് എന്ന് വെച്ചിട്ട് ഓരോ രംഗത്ത് പഠിച്ചോലെ ഇസ്ലാമിന്റെ സമ്പ്രദായം കൊണ്ട് നടപ്പാക്കാൻ നമുക്കൊന്ന് ശ്രമിച്ചൂടെ? നമ്മൾ ഇത്രയും സമയത്തൊക്കെ നമ്മൾ പഠിച്ചോനെ സ്തുതിക്കേണ്ട അവസരമല്ലേ? എത്ര ആണുങ്ങളുണ്ട് ശ്രീരഹസ്യം അറിയാം, പക്ഷെ അതിന്റെ മറ്റുള്ള ചുറ്റുപാടുണ്ടാവില്ല. അങ്ങനെ കല്യാണം കഴിക്കാതെ എത്ര യുവാക്കന്മാരൊന്നും മരിച്ചുകൊണ്ടുണ്ട്. പഠിച്ചോൻ അങ്ങനെയൊന്നും ഞാൻ പഠിച്ചില്ല. അപ്പൊ അതിന് നന്ദി രേഖപ്പെടുത്തിയല്ല നമ്മൾ ഇത്ര രംഗത്തൊക്കെ വേണ്ടിയത്. ആ പരമാവധി നമ്മൾ മറ്റുള്ളവരുടെ സമ്പ്രദായം ഒഴിവാക്കാൻ ശ്രമിക്കല്ലേ വേണ്ടത്. ഇതിനേക്കാളൊക്കെ നമ്മൾ വലുതാണോ? അപ്പം പറയുന്നതൊക്കെ അതൊക്കെ സമ്പ്രദായം വിചാരിച്ചിട്ട് ചെയ്യുക, ദീനാന്ന് വിചാരിച്ച് ചെയ്യുന്നില്ല. അതിനെ ഞാൻ പറഞ്ഞത് നിക്കാഹെന്നൊക്കെ പറഞ്ഞ എതിയാണത്, ഒരു ദീനിന്റെ കാര്യമാണ്, ആരാധനയാണത്. നിക്കാഹെന്ന ആരാധനയാണ്, സുന്നത്താണ്. കേവലം ഭൗതിക വിഷയം തട്ടിയിട്ട് നമുക്ക് ഉള്ളതൊക്കെ പാടയിൽ ഉണ്ടാക്കാൻ വെക്കാൻ പറ്റൂല. മതത്തിന്റെ സ്വഭാവം അതിനുണ്ട്. അതുകൊണ്ടല്ലേ പള്ളിന്ന് കച്ചവടം ചെയ്യാൻ പറ്റുമോ? പള്ളിന്ന് കച്ചവടം പറ്റൂല. നിക്കാഹ് പള്ളിന്ന് അവത് വെറും അപ്പൊ ദുനിയാവിന്റെ കാര്യ. പള്ളിന്ന് കച്ചവടം പറ്റൂല. കച്ചവടം മുന്നേറുന്നയാണെങ്കിൽ വരെ കച്ചവടം നല്ല ഉദ്ദേശമാണ്, കച്ചവടം നല്ല മുന്നേറുന്നല്ല. എന്നാ വരെ എന്നിട്ട് വരെ പള്ളിന്ന് പാടില്ല എന്ന് പറഞ്ഞ ശരി. പിന്നെ കുട്ടികൾക്ക് ചെലവ് കൊടുക്കാൻ നല്ലതല്ലേ? പക്ഷെ ആ ചിന്തോടുകൂടി കല്യാണം നടത്താനല്ല, ഒന്നാം വരെ കച്ചവടം പള്ളിന്ന് പാടില്ല എന്നറിഞ്ഞു നിക്കാഹാവാന്ന് പറഞ്ഞു. അപ്പൊ നിക്കാഹിന് എത്രത്തോളം ആരാധനന്റെ മനോഭാവം ഉണ്ടെന്ന് ചിന്തിക്ക്. ആരാധനയല്ലാത്ത ഭൗതിക കാര്യം പള്ളിന്ന് വെച്ചോ? പക്ഷെ നിക്കാഹ് പള്ളിന്ന് എതി വിരോധിച്ചിട്ടില്ലല്ലോ, അവന് വിരോധമില്ലല്ലോ. അപ്പൊ നിക്കാഹിന് എത്ര ആരാധന മനോഭാവമുണ്ട്. അപ്പൊ ആരാധന മനോഭാവമുള്ളതിൽ പരമാവധി നമ്മൾ ഭൗതിക എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചു കെട്ടരുത് നടത്താം. നിങ്ങൾ ഹജ്ജിനോമം പൊക്കിയിട്ട് പോലുണ്ടോ? മാലട്ടല്ലുണ്ട് ഹജ്ജിനോമം. എന്തേ നിസ്കരിക്കാൻ പോകുമ്പോൾ പള്ളി പോകുമ്പോൾ അതുപോലെ ആരാധനന്റെ മനോഭാവമുള്ളതാ വിവാഹവും നിക്കാഹിന്റെ വിഷയവും. അത് കേവലം ഭൗതികമായ കാര്യം വെച്ച് കണ്ട് അവിടെ ഭൗതികത്തിലുള്ള നിലയ്ക്കുന്നൊക്കെ വ്യാഖ്യാനത്തിൽ നമ്മൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കാൻ നടത്താം. ഞാൻ ഗർഭിപ്പിക്കല്ല, എനിക്ക് തിരൂർക്കാട് ഒരു ക്ലാസ് ഉണ്ട് മഴയ്ക്ക് ശേഷം. അപ്പൊ ഇനി എന്തെങ്കിലും പ്രധാനതുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാൻ സംശയമുള്ള വിഷയം എന്തെങ്കിലും. ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചു. ടീച്ചർ പറഞ്ഞു, നിങ്ങളുടെ നബി 4 വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞത് മുസ്ലിങ്ങൾ കൂടുതൽ ആകാൻ വേണ്ടി മാത്രമാണ് എന്ന്. എനിക്ക് വലിയ വിശദീകരണമൊന്നും കൊടുക്കാൻ പറ്റിയില്ല. കാരണം അത്യാവശ്യം വിവരമേ ഉള്ളൂ. എനിക്ക് മൗലവിയിൽ ഒരു വിശദീകരണം കാണാം. മുസ്ലിങ്ങൾ കൂടുതൽ ആകാൻ വേണ്ടി പറഞ്ഞതാണ് എന്നാ.
അത് നിങ്ങളെ എന്ത് പറഞ്ഞു എന്നാണ് ഇസ്ലാമിനെ വിമർശിച്ചിട്ട് നിങ്ങളെ മതം 4 കൊല്ലത്താൻ പറഞ്ഞിട്ട് അത് കൂടുതൽ മുസ്ലിങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിരുന്ന അതിപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്താ തെറ്റ്? മുസ്ലിങ്ങൾ കൂടുതൽ ഉണ്ടായോണ്ട് കണ്ട് ആരും പേടിക്കണ്ട, നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുള്ളൂ. മുസ്ലിങ്ങൾ ഏത് രാഷ്ട്രത്തിന് കൂടുതൽ ഉണ്ടായാലും ആ രാഷ്ട്രത്തെ സ്നേഹിക്കല് വിശ്വാസത്തിൽ വരെ പെട്ടതാന്ന് വരെ നബി പറഞ്ഞ ഹദീസുണ്ട്. അതിന്റെ സനത പ്രതില്ലെങ്കിലും ആ ആശയം ശരി, ആശയമുള്ള വേറെ ധാരാളം ഹദീസുണ്ട്. സ്വരാജ്യത്തെ സ്നേഹിക്കല് വിശ്വാസ കാര്യത്തിൽ വരെ പെട്ടതാ. അപ്പൊ അങ്ങനത്തെ മുസ്ലിങ്ങളെ രാജ്യത്തിൽ ഉണ്ടായപ്പോ എന്തിനാരും പേടിക്കുന്നത്? സ്വന്തം നാട്ടിനെ സ്നേഹിക്കല് വിശ്വാസത്തിന്റെ വരെ ഒരു കാര്യമായിട്ട് കാണുന്ന മുസ്ലിങ്ങൾ ഉണ്ടാകുന്നതിനാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ പ്രധാനമായിട്ട് അതൊന്നല്ല ഉദ്ദേശിച്ചത്. പ്രധാനമായും അത് ഉദ്ദേശിച്ചത് സ്ത്രീകളുടെ സംരക്ഷണമാണ്. ഇങ്ങനെ വിധവകളും പലവരും ഉണ്ടാവുമല്ലോ, അവരെ ഏറ്റെടുക്കാതെ വരും. ഇങ്ങനെയൊക്കെ ഒരു പട്ടിണി കിടക്കേണ്ട ഐറ്റങ്ങളൊന്നും എന്ന നിലക്കൊക്കെ നബി അനുവദിച്ചതാണ്. നബി അങ്ങനെ തന്നെ കിട്ടിയിട്ടുള്ളത്. നബിന്റെ വിവാഹപ്രായമൊക്കെ ഏകദേശം കഴിഞ്ഞ ശേഷം നബിക്ക് കുട്ടികളുണ്ടാകുന്ന കാലത്തൊക്കെ തന്നെയുള്ളൂ. ആ ഖദീജ ബീവിയല്ല, ഒരു വയസ്സെത്തിയ. പിന്നെ നബി കൊന്നിട്ടും 50 വയസ്സിലൊക്കെ വയസ്സ് കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നബിക്ക് ഖദീജ ബീവിയിലെ കുട്ടികൾ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ള യുവതികളെ കിട്ടിയിട്ടുണ്ടായിട്ടില്ല, ആഴ്ച കിട്ടിയിട്ട് വരെ കുട്ടികൾ ഉണ്ടായിട്ടില്ല. ഈ ഖദീജ ബീവിയിലുള്ള കുട്ടികളൊക്കെ ഉണ്ടായ നബിക്ക് ബാക്കിയുള്ള പെണ്ണുകളിൽ നിന്ന് കുട്ടികളെ ജനിച്ചിട്ടില്ല. ആകെ കുട്ടികളെ നബി ജനിച്ച വയസ്സെത്തിയില്ല ഖദീജ ബീവിയില. പിന്നെ യുവതികളും കുട്ടികളുള്ള മൂസലമൊക്കെ 4 കുട്ടികളുണ്ട്. എന്നിട്ട് നബി എത്തിയിട്ട് കുട്ടികൾ ഉണ്ടായിട്ടില്ല. കുട്ടികൾ അപ്പൊ എന്തേ വാർത്ത അങ്ങനെ കുട്ടികളെ കണ്ട് പ്രസവിച്ച് കഴിഞ്ഞ് ആ പ്രധാന ലക്ഷ്യമൊന്നുമല്ല. പ്രധാന ലക്ഷ്യം തന്നെയാണ് ഇതിനൊക്കെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. വിധവകളൊക്കെ ഏറ്റെടുക്കുക. നബി പിന്നെ കിട്ടിയൊക്കെ കുട്ടികൾ ജനിച്ചിട കുട്ടികളെ തന്നെയാണ് കിട്ടിയിരുന്നത്. മുസലമ അവരൊക്കെ പ്രസവിച്ച സ്ത്രീകളാ. പക്ഷെ നബി വെച്ചനുസരിച്ച് ഒറ്റൊന്നും കിട്ടിയിട്ടില്ല. അത് പറഞ്ഞാന്ന് വെച്ചേക്കൊള്ള. അപ്പൊ വേറെ ചില ലക്ഷ്യത്തിലാണ് പ്രധാന ഇങ്ങനെ വിധവകളൊക്കെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശിച്ചിട്ടുള്ളത്. കണ്ണോക്ക് നമ്മുടെ നാട്ടിൽ 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസമാണ്. കണ്ണോക്കിന് വന്നാൽ കുടിക്കാൻ കൊടുക്കുന്നതിന് കാമവിരോധമുണ്ടോ? കൊടുക്കാൻ തന്നെ പാടില്ല, കുടിക്കാനും പാടില്ല. ഇന്ന് നബി പറഞ്ഞാല് ഇപ്പൊ ഒസാലിന് ഇമാം ഒസാലിന്റെ കിതാബ് ഇഹ്യാഉൽ ഉലൂമുദ്ദീൻ ഇന്ന് വലിയൊരു കിതാബുണ്ട്, ഹുജ്ജത്തുൽ ഇസ്ലാം പറഞ്ഞ ഒസാലി. അതില് കിതാബും റിയാസത്ത് അതിഥി മര്യാദ എന്നുള്ള അധ്യായത്തിൽ അത് കൊടുക്കുന്നത്. ഇന്ന് പറഞ്ഞ താഴ്സിയത്ത് എന്ന് പറഞ്ഞാൽ അതിനെ 3 ദിവസം വരെ പാടുള്ളൂ. 3 ദിവസം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇസ്ലാമിന്റെ താല്പര്യം, നിങ്ങൾ ഉപ്പ മരിച്ച് ഉപ്പാനെ നിങ്ങൾ ഖബറടക്കി വീട്ടിൽ തിരിച്ചു വന്ന ഉടനെ തന്നെ പോയിട്ട് പീടിക തുറന്ന് ജോലിയിൽ ഏർപ്പെടുക വേണ്ടിയത്. പക്ഷെ അതിന് സാധിച്ചോന്നില്ലല്ലോ എല്ലാവർക്കും. ഇപ്പൊ മുഖായിൽ ബാബെന്നെ കാണാം, മരിച്ച അന്ന് തന്നെ ദുഃഖം പ്രകടിപ്പിക്കാത്തത് എന്നാ. എന്നിട്ട് ഉമ്മു സുലൈം എന്ന മഹദിക്ക് ഒരു കുട്ടി മരിച്ച് കുട്ടിയെ ഒരു മൂലയിൽ കൊണ്ടേ റൂമിൽ കൊണ്ടേ കടത്തി. എന്നിട്ട് പ്രത്യേകം അന്വേഷിക്കുന്ന ഭർത്താവിനെ ആകർഷിക്കാൻ വേണ്ടി. എന്നിട്ട് അബൂത്തലത്ത് അൻസാരി വന്നപ്പോ കുട്ടിക്ക് എങ്ങനെ ചോദിച്ചു, കുട്ടിക്ക് സുഖാണെന്ന് അറിഞ്ഞു സറാഹാന്ന് പറഞ്ഞു. അപ്പം ആ യാത്ര വിചാരിച്ച കുട്ടിക്ക് രോഗം മാറിച്ചിട്ടുന്ന. എന്നിട്ട് ബുഖാരിന് പറയുന്നത് ഭാര്യ ഭർത്ത ബന്ധവനെ സ്ഥാപിച്ചിരുന്നാണ്. കുട്ടി അടുത്ത റൂമിൽ മരിച്ചെടുക്കുന്നുട്ടോ. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ആ വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി മുസ്ലിം ഭക്ഷണമൊക്കെ കൊടുത്തു പുയ്യാപ്പൾക്ക്. മരിച്ച വീട്ടിലാ അന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഭാര്യ ഭർത്തവന്റെ വരെ സ്ഥാപിച്ച് രാവിലെ പോകുന്ന സമയത്താണ് വിവരം പറയുന്നത്. അപ്പൊ അബൂത്തലഹത്തുൽ അൻസാരി നബിയോട് വന്നിട്ട് ഈ വലിയ സംഗതി പറഞ്ഞു. അപ്പൊ നബി ആ പെണ്ണിനെ വിമർശിച്ചില്ല. നബിക്ക് വളരെ സന്തോഷമായി. നബി പറഞ്ഞോ, മുസ്ലിം സുലൈമാനെ ചെയ്തോ, നിങ്ങൾക്ക് പഠിച്ചോ നല്ല നല്ല സന്താനത്തെ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് 7 പ്രധാന കുട്ടികൾ ജനിച്ചു. നബിന്റെ പ്രാർത്ഥന കാലമായിട്ട് അവരൊക്കെ മുസ്ലിം ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ട്. ഈ മുസ്ലിമിന് നബി പ്രത്യേകം പ്രാർത്ഥിച്ചത് കാലം ജനിച്ച കുട്ടികൾ. പക്ഷെ എല്ലാവർക്കും മുസ്ലിമും അബൂത്തലത്തും അനുസരിയാൻ പറ്റൂലല്ലോ. അപ്പൊ ഏറി മാറിയാൽ 3 ദിവസം വരെ നിങ്ങൾക്ക് പീടിക തുറക്കാതെയും ജോലി സ്ഥലത്തേക്ക് പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കാം. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓനെ സമാധാനപ്പെടുത്താൻ വേണ്ടി മറ്റൊരു വരണം. വരുന്ന അവസരത്തിൽ വരുന്നോട് എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുപോയി ഇവർക്ക് കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ സാമ്പത്തിക ശേഷിയായി സമാധാനം അരികത്ത് വാങ്ങിക്കാണ്ട് നിങ്ങൾ ബാഗിലിട്ടുകാണ്ട് കൊണ്ടുപോവുക. എന്നിട്ട് ഓനെ തീറ്റിക്കുക. അതേ അവസരത്തിൽ വീട്ടുകാരോ
ഒരു വീട്ടുകാരും വരുമ്പോ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കേണ്ട കാര്യത്തിൽ ചായന്റെ വെള്ളം വരെ ഉണ്ടാക്കി തന്നാൽ സ്വീകരിക്കാൻ പാടില്ല എന്ന് ഔസാരി പറയുന്നത്. അത് അതിഥി മര്യാദയിൽപ്പെട്ടതല്ല, ആദിത്യ മര്യാദയിൽപ്പെട്ടതുമല്ല എന്ന് പറഞ്ഞാൽ ഈ 3 ദിവസത്തിന്റെ ഇടയിൽ പല നാട്ടിൽ നിന്ന് പലരും വരും. നമ്മളെ സമാധാനപ്പെട്ട് ചായന്റെ വെള്ളം വരെ ഉണ്ടാക്കാൻ പാടില്ല. അവർക്ക് വേണ്ടി ഉണ്ടാക്കാനും പാടില്ല, ഉണ്ടാക്കി തന്ന വരുന്നവർ കുടിക്കാനും പാടില്ല. അത് എവിടെയാ വസാലി കൊടുത്തും ചെയ്തത്? അതിഥി മര്യാദന്റെ വിഷയത്തിലാണ്. കിതാബുൽ ജനായിസ് ഹിയായിലുണ്ട്, പക്ഷെ അവിടെ കൊടുത്തില്ല. അതിഥികളുടെ മര്യാദയും ആ വരുന്നവന്റെ മര്യാദയും വിവരിക്കുന്ന കിതാബിലാണ്. അപ്പൊ അതിപ്പോ നമ്മൾ എത്ര പഠിച്ചിട്ടും ഇല്ലാതെയാണില്ല. അപ്പൊ ഒന്നും ഉണ്ടാക്കരുത് വരുന്നവര് നമ്മൾ പോണവര് എന്താണ് ചായ വാങ്ങിച്ചൊക്കെ വെച്ചെന്നാല് ഞാനിപ്പം ഫ്ലാസ്കിൽ ചായയൊക്കെ വന്നിട്ട് ഇവിടെ കുടിപ്പിക്കാൻ വേണ്ടിയത്, പക്ഷെ ഫ്ലാസ്ക് ഇല്ലായിരുന്നു വീട്ടില്. അതുകൊണ്ട് ഫ്ലാസ്കിൽ ചായ കൊണ്ടുവന്നിട്ടില്ല, നിങ്ങൾക്ക് ഒന്നും വേണ്ട വെച്ചാലെന്നറിയാം. ഇവിടെ പോരുക, അത് നമ്മൾ ചെയ്യേണ്ടതാണ് എന്നർത്ഥം. ഇവിടെ പോകുമ്പോൾ ഫ്ലാസ്കിലോടെ കുറച്ച് ചായ വെച്ച് പോവുക, എന്നിട്ട് മരിച്ചോടെ കുടിപ്പിക്കുക. അതാ കുടിച്ച് നല്ല ചായ കേട്ടോ എന്നൊക്കെ പറയും. ഫ്ലാസ്കിൽ വാങ്ങിയിട്ട് ഫ്ലാസ്കിൽ ചായയും ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അത് വെച്ച് പോവുക മരിച്ച കുട്ടിക്ക്. എന്നിട്ട് അവരെ കുടിപ്പിക്കുക. അതാണ് നബി അറിഞ്ഞത്. ഇസ്ലാമൂലി ആളി ജാഫരി താമൻ ജാഫറി മരിച്ചു, നിങ്ങളൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി അവരെ സൂക്ഷിച്ച് നല്ല സമാധാനപ്പെടുത്തിയതാണ്. അതാണ് നബി പഠിപ്പിച്ച സുന്നത്ത് എന്നർത്ഥം. പിന്നെ സ്ത്രീകൾ ഹയറുണ്ടാകുന്ന സമയത്ത് പള്ളിയിൽ പ്രവേശിക്കുവാൻ പാടുണ്ടോ? അതായത് അത് മുസ്ലിം പണ്ഡിതന്മാരുടെ തർക്കമുള്ള വിഷയമാണ്. ബുഖാരിയിലുണ്ട് ഒരു പെണ്ണ് സ്ഥിരമായിട്ട് പള്ളിയിൽ താമസിച്ചിരുന്നു. ബാബു നോമിൽ മറത്തി എന്ന അധ്യായം കാണാം. ആ സ്ത്രീക്ക് വീടില്ലായിരുന്നു, യുവതിയായ പെണ്ണുമാണ്, സ്ഥിരമായിട്ട് പള്ളി തന്നെ താമസിച്ചത്. ആ പെണ്ണ് ആർത്തമുള്ള സമയത്ത് പുറത്തു പോയത് ഹദീസിൽ പറയുന്നില്ല. അപ്പൊ ഈ ഹദീസൊക്കെ ഉദ്ദേശിക്കും ആ ബുഖാരിന്റെ അഭിപ്രായം സ്ഥിരമായിട്ട് തന്നെ താമസിക്കാന്നാണ്. പക്ഷെ അങ്ങനെ വേണ്ട, സ്ഥിരമായിട്ട് സൂക്ഷ്മതാണ്. അതേ സമയത്ത് പ്രത്യേകം പള്ളിയല്ലാതെ സ്ഥലങ്ങൾ ജുമാക്ക് മാത്രം പള്ളിയാക്കും, അങ്ങനെയൊക്കെ സ്ഥലമാണ് വിരോധം. പിന്നെ ഒന്ന് കടന്നുപോയി കുറച്ച് സമയമൊക്കെ എടുക്കുന്നതിന് വിരോധം എന്ന് പറയാം. സൂക്ഷ്മതക്ക് അധികം സ്ഥിരമായിട്ട് എന്താണ്ട പള്ളി. പക്ഷെ എന്തെങ്കിലും ക്ലാസ്സോ ഇതിനൊക്കെയാണെങ്കിൽ വലിയ വിരോധം പറയാൻ ഉണ്ടാവാനും എന്നർത്ഥം. സ്ഥിരമായിട്ടത് കുറ്റാന്ന് ഹദീസിന്റെ പിന്മാരെന്നാണ് ഇബ്രാഹിം പറയുന്നത്. മൊഹല്ലീന് സൂക്ഷ്മതയ്ക്ക് എന്തെങ്കിലും പ്രത്യേക ക്ലാസ്സൊക്കെ ഉണ്ടാവുമോ ആവാന്നർത്ഥം. ഫാത്തിഹ കിട്ടിയാൽ മാത്രമേ ഒരു റകഅത്ത് കിട്ടുകയുള്ളൂ, അതല്ലെങ്കിൽ റുക്കൂ കിട്ടിയാൽ റകഅത്ത് കിട്ടുമല്ല. അതായത് ഫാത്തിഹ നിർബന്ധമാണ്. ഫാത്തിഹ നിർബന്ധം ഓരോ റകഅത്തിലും. അപ്പൊ നിർബന്ധമൊന്നും ആര് വഹിക്കൂല, ഇമാമ് വഹിക്കൂല എന്നർത്ഥം. ഫർളുകള് പമാ ഫാത്തക്കും ഫാത്തിമും നബി പറഞ്ഞു. ഫർളൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം വീണ്ടെടുക്കണമെന്ന. അപ്പൊ റുക്കൂല് നമ്മൾ ചെയ്യുമ്പോൾ 2 ഫർള നഷ്ടപ്പെടും. ഒന്ന് ഫാത്തിഹ, 2 ഖിയാമ്. റുക്കൂലാവുമ്പോൾ ഖിയാമ് നഷ്ടപ്പെട്ട് മുമ്പെടുക്കാൻ പറ്റൂല. നമ്മൾ റുക്കൂല് ഇമാമാവുമ്പോൾ ചെല്ലുമ്പോൾ നമ്മൾ ഖിയാമ് കിട്ടിയെന്ന് അറിയാൻ പറ്റില്ല. ഒക്കെ നഷ്ടപ്പെട്ടത് മുമ്പ് നമുക്ക് എടുക്കാൻ പറ്റൂല, ശേഷേ പറ്റുള്ളൂ. അപ്പൊ റുക്കൂല് ചേരുന്ന ആളിന് ഇപ്പോൾ 2 ഫർള് നഷ്ടപ്പെടുക. ഒന്ന് ഖിയാമ്, 2 ഖിയാമിലെ ഫാത്തിഹ. ഫർള് ഒരിക്കലും ഇമാം വഹിക്കൂല. അപ്പൊ നബിയാണ് ഫമാ ഫാത്തക്കും ഫാത്തിമും. ഫർള് നഷ്ടപ്പെട്ടിക്കണമെങ്കിൽ സലാം വീട്ടിയ ശേഷം അത് വീണ്ടെടുക്കണം എന്നാണ്. അപ്പം റുക്കൂല് നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഫർളല്ല, 2 ഫർള, ഖിയാമും ഖിയാമിലെ ഫാത്തിയും. അപ്പൊ നിങ്ങൾ ചോദിക്കും നമ്മൾ കയ്യെത്തി നിൽക്കുന്നില്ല എന്ന്. നിന്നാലും അത് ഖിയാമായി വരിക, കാരണം നഷ്ടപ്പെട്ടത് ശേഷേ വീണ്ടെടുക്കാൻ പറ്റുള്ളൂ. ഖിയാമ് നഷ്ടപ്പെട്ട് ഇമാമ് റുക്കൂലായല്ലോ. അപ്പൊ പിന്നെ നമുക്ക് നഷ്ടപ്പെട്ട മുമ്പ് വീണ്ടെടുക്കാൻ പറ്റില്ല. പിന്നെ ഖിയാമ് കിട്ടിയാൽ തന്നെ ഖിയാമിലെ ഫാത്തിഹ ഫർളാണ്. ഓരോ റകഅത്തിനും ഫാത്തിഹ ഫർളാണ്. ആ ഫർള് നമുക്ക് നഷ്ടപ്പെടുകയാണ്, അതുകൊണ്ട് പറ്റൂല എന്നർത്ഥം. അതിന് റകഅത്ത് നിസ്കരിക്കുക. ഇതിനെക്കുറിച്ച് ഇഷ്ടപ്പെടുന്നവള് ഒരാളെ യാത്ര അയക്കുമ്പോഴും എന്ത് ചെയ്യണം? യാത്ര അയക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന അൽസദ്ദിഖല്ല ദീനക്ക അമാനത്തൊക്കെ ഹവാത്തിയ ഉമ്മയിക്കൊക്കെ പറഞ്ഞിട്ടൊരു പ്രാർത്ഥന ഉണ്ട്. അത് എഴുതി പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെ ആശം ചെല്ലിയാൽ മതി. അതിന്റെ ദീനും അതിന്റെ വിശ്വസതയൊക്കെ കാത്തു സൂക്ഷിക്കാൻ പഠിച്ചു എനിക്ക് തോക്കിക്ക് തരട്ടെ, അതിന്റെ യാത്രയൊക്കെ സുഖകരമാക്കട്ടെ എന്നൊക്കെ നമ്മളെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് യാത്രയ്ക്ക് നൽകുക എന്നർത്ഥം. ഇല്ല, വേറൊന്നുമില്ല. ഒരു ഇമാം ളുഹർ നിസ്കരിക്കുമ്പോൾ മഅ്മൂമിന് ളുഹറും കസറും ജമ്മും ആക്കി നിസ്കരിക്കാൻ പറ്റുമോ? ഒരു ഇമാമ് ളുഹർ നമസ്കരിക്കുമ്പോൾ മഅ്മൂമിന് ളുഹറും അസറും കസറും ജമ്മുമായി നിസ്കരിക്കാൻ പറ്റും. അതായത് നിങ്ങൾ 2 റകഅത്ത് നിസ്കരിച്ച ശേഷം വേണമെങ്കിൽ വിട്ടുപിരിയാം.
അപ്പൊ പള്ളിയിൽ വരുന്നുണ്ട് ഇമാമ് നിസ്കരിക്കാൻ, നിങ്ങൾ യാത്രയിലാണ്, നിങ്ങൾക്ക് ഇമാമിനെ തുടരാം. തുടർന്നു കഴിച്ചാൽ 4 പൂർത്തിയായിക്കണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഇമാമിനെ വിട്ടുപിരിയാന്നർത്ഥം. ഫർദ് നിസ്കാരത്തിന് ശേഷം കൈ ഉയർത്തി പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം. അതിന് പാചകം എത്ര ആവശ്യമുണ്ട്? ഫർദ് നിസ്കാരത്തിന് ശേഷം കൈ ഉയർത്തി പ്രാർത്ഥിക്കുമെന്ന് നബി ചോദിച്ചിട്ടില്ല. ഇത് മൊത്തത്തിൽ നിസ്കാരത്തിൽ വരെ പ്രാർത്ഥിക്കാന്നാണ് കൈ ഉയർത്തിച്ച്. അതിന് പിന്നെ നമ്മൾ അത്രത്തോളം പറയുന്നില്ല. അതിന് ചില ഹദീസുകൾ ഉണ്ട്, പക്ഷെ അത്ര അതൊന്നുമല്ല. അറിയാം, നിസ്കാര ശേഷം കൈ ഉയർത്തിയിട്ട് ഉയർത്താതെയൊക്കെ പ്രാർത്ഥിക്കാതെ. അത് മനസ്സാണ് കാര്യത്തിൽ ഉയരേണ്ടത്. കയ്യും വേണം ഉയർത്തൽ മര്യാദയാണെന്ന് അർത്ഥം. അല്ല അങ്ങനെ കയ്യിട്ടിട്ട് കുട്ടിയിൽ കൊണ്ടമർത്തുമെല്ലാം നീതി നിൽക്കില്ലല്ലോ. അതിന് മര്യാദന്റെ വിഷയമാണ് കൈ ഉയർത്തുക എന്നുള്ളത്. അപ്പൊ നിസ്കാര ശേഷം ഫർദിനും ഏതിനു ശേഷം എനിക്ക് പ്രത്യേകം നിസ്കാര ശേഷം 3 ഹദീസുണ്ട് ഈ വിഷയത്തിൽ സഹിയായി വന്നിട്ടുള്ള. തൂപ്പത്തിലാകുന്നതിൽ 5 ഹദീസ് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഫർദ് നിസ്കാരത്തിന് ശേഷം തന്നെ കൈ ഉയർത്തിയത് 3 ഹദീസിന് വലിയ കുഴപ്പമില്ല എന്നർത്ഥം. അത് തുർമദിന്റെ തൂപ്പത്തിലാകുന്നതിൽ 3 ഹദീസ് അദ്ദേഹം സഹിയാന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നർത്ഥം. 5 ഹദീസിന് 2 ഹദീസിന് വിമർശനമുള്ളൂ. പിന്നെ 100ഓളം ഹദീസ് നബി മൊത്തത്തിൽ പ്രാർത്ഥിക്കുമൊക്കെ എന്താണ് കൈ ഉയർത്തിയതായിട്ട് വേറെ വന്നിക്കണമെന്ന് അർത്ഥം. അപ്പൊ നിസ്കാരത്തിന് ശേഷം തന്നെ പ്രത്യേക ഹദീസിൽ വന്നിക്കണം കൈ ഉയർത്തിയത്. കൈ മുഖത്ത് തടവുക എന്നുള്ളതില്ല, അത് സെൽഫിയൊന്നും ചെയ്യലില്ല. 3 ഹദീസിന് മുഖം തടവാന്, പക്ഷെ അതത്ര സഹിയല്ല 3. അതുകൊണ്ട് ഇബ്നു മജ്മുൽ ഫത്താമി പറഞ്ഞത് കൈ ഉയർത്താൻ പക്ഷെ എന്ത് ചെയ്യുക, തടവുന്നതില്ല, സാക്ഷിടുക എന്നുള്ളതാണ്. അതേ സമയത്ത് കർമ്മറങ്ങുന്ന അവസരത്തിൽ പുല്ലാവുകയിൽ ഫലമൊക്കെ കൂതിങ്ങാണ്ട് കയ്യിലൊക്കെ കൂടിയിട്ട് ശരീരം മുഴുവൻ ഉണ്ടാവാം തടവാന്നർത്ഥം. മുഖം മാത്രം തടവിന് 3 ഹദീസിന്റെ 3 ഹദീസും തെളിവിന് കൊള്ളൂല എന്നർത്ഥം. وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. പ്രസംഗം കിട്ടിയെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. കാരണം തെബിലി ജമാഅത്തിന് വിദ്യാർത്ഥിനെ സംബന്ധിച്ച് യാതൊരു ഭയവുമില്ല. വിദ്യാർത്ഥി വരുന്നത് അങ്ങനെ നിസ്കരിച്ചതിന്റെ ദ്വാർക്ക് തന്നെ നബി ദ്വാർന്നിക്കണോ ഇതൊന്നും നോട്ടല്ല. അപ്പൊ ഞാൻ എന്റെ ആ പ്രസംഗത്തിൽ തന്നെ മനസ്സിലായി തെബിലി ജമാഅത്തിൽ നമുക്ക് ചേരാൻ പറ്റുമോ പറ്റില്ല. അപ്പൊ നമുക്ക് മനസ്സിലാവും